കാന്തപുര ഉസ്താദ് ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ബഹുമാനം പുരസ്സരം, ബേജാറാക്കുന്നൊന്നുമില്ല, അദ്ദേഹം പറയാണ്, മുജാഹിദുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. മുജാഹിദുകൾക്ക് എന്തുണ്ട്? ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഒരു 2 മണിക്കൂർ പ്രസംഗിച്ച 100 കണക്കിന് ആയത്ത് ഉദ്ധരിക്കും. എന്നിട്ട് ഖുർആനിൽ എത്രാമത്തെ അധ്യായം എത്രാമത്തെ വചനം എന്നൊക്കെ പറയും. നമ്മളോ, കാന്തപുര ഉസ്താദ് കാന്തപുരം ടീമിനെ പറ്റി പറയാണ്, നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയാൽ 1-2 പിന്നെ ചരിത്രമാണ്. കണ്ടോ, മുജാഹിദുകൾക്കുള്ള അംഗീകാരം തന്നെ എന്താണ്? ഓൾക്ക് ഖുർആനുമായിട്ട് നല്ല ബന്ധമാണ്. നമുക്കതല്ലേ വേണ്ടത്? ഖുർആനായിട്ടല്ലേ നമുക്ക് ഏറ്റവും വലിയ ബന്ധം വേണ്ടത്? കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി എന്താണ്? കേട്ടോളൂ, അള്ളാഹിന്റെ റസൂലിന്റെ പരാതി എന്താണ്? വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു തമ്പുരാനെ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ ഉപേക്ഷിച്ചു. 25-ാം അധ്യായം 30-ാമത്തെ വചനം. അപ്പൊ അള്ളാന്റെ റസൂൽ പറയുന്നത് ഖുർആനെ തള്ളിക്കളഞ്ഞു എന്നാ. കാന്തപുര ഉസ്താദ് പറയുന്നത് നമുക്ക് ഖുർആനോത്ത് വളരെ കുറവാണ്, മുജാഹിദുകൾക്ക് അത് കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ? ആർക്കാണ് ഖുർആനായിട്ട് ബന്ധം? ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അപ്പൊ ഇവിടെ സൂറത്ത് ഫുർഖാനിൽ അല്ലാഹ് പറയാണ്, അക്രമികളായ ആളുകൾ മൽസറയിൽ വന്നിട്ട് കൈകടിക്കും. കൈകടിച്ചിട്ട് അവർ പറയണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ, ഈ വിലാപം ആലോചിക്കും. സമസ്തയും സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും NDF-ഉം എല്ലാം മറന്നിട്ട് നല്ലോണം ആലോചിച്ച് നോക്കിക്കേ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലതാ ലൈതനീ ലമ്മത്തഖദു ഫുലാനൻ ഖലീലാ. ഞങ്ങൾ ഇന്നാലെന്നവരെ കൂട്ടുപിടിച്ചത് കൊണ്ടാണല്ലോ, ഞങ്ങൾ ഇന്നാലെന്നവരെ അള്ളാന്റെ റസൂലിനെ അംഗീകരിക്കാതെ ഉസ്താദ് പറഞ്ഞത് കേട്ട്, നേതാക്കന്മാര് പറഞ്ഞത് കേട്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോ എന്തുണ്ടായി? അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു. അടുത്ത വാചകം എന്താ അറിയോ? ലഖദ് അളല്ലനി അനിദ്ദിക്ർ. ഞങ്ങൾക്ക് ഉത്ബോധനമൊക്കെ വന്നിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തസ്ഫിയ എന്ന് പറഞ്ഞ പരിപാടി വെച്ചിരുന്നു. അവരുടെ ഫാമിലി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവരുടെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അനേക സമ്മേളനങ്ങളും മുഖാമുഖങ്ങളും ആദർശവും വാദപ്രതിവാദവും ഒക്കെ അവർ വെച്ചിരുന്നു. ഇസ്ലാമിന്റെ കാര്യത്തിൽ അവർ വളരെ മുന്നിലായിരുന്നു. ആത്മാർത്ഥമായി അവർ ഖുർആൻ ഓതിയിരുന്നു. അവർ സുന്നത്ത് പറഞ്ഞിരുന്നു. നല്ല നിലയിൽ അവർ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരുന്നു. വ്യക്തി വിരോധത്തിനപ്പുറത്ത് അവർ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നാദാ, പിശാച് ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു. ഞങ്ങൾ അതൊന്നും സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, മംഗലാപുരത്ത് പോയി 100 കണക്കിന് ആയത്ത് ഉദ്ധരിച്ചപ്പോഴും ഒരൊറ്റ ആയത്ത് പറയാതെ പ്രസംഗിച്ചപ്പോഴും ആ സഖാഫി വന്ന് പ്രസംഗിച്ചപ്പോ ജനങ്ങൾ, സഖാഫി ഭയങ്കര സംഭവമല്ലേ. അങ്ങനെ മനുഷ്യൻ ഇത് 100 ആയത്ത് ഉദ്ധരിച്ച് അത് ഇന്ന അധ്യായം ഇന്ന വചനം എന്നിട്ട് അവർക്ക് തോന്നിയില്ല മുജാഹിദ് പ്രവർത്തകൻ ഒരു സംഭവമാണ്. എന്താ? ഖുർആൻ അവർക്കൊരു സംഭവമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പോഴല്ലേ ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരാൾ സംഭവമാകുക. തൊള്ളപടായി സംഭവമായി വിശ്വസിച്ചൊരു കൗമിന് നാക്കിന് ഇത്ര നീട്ടുള്ളവും വലുതായി തോന്നൂലേ? തോന്നും. ഓമിന്റെ വടായും കൂടെ പറയുന്നവനാണെങ്കിലോ അത് അതിനേക്കാൾ വലിയ തോന്നും. അപ്പൊ ആളുകളുടെ അംഗീകാരം കിട്ടണമെങ്കിൽ നാക്കിന് നീട്ടം വേണം. മനസ്സിലായില്ലേ? ക്ഷമിക്കണം, ഞാൻ പറയുന്നത് നമ്മുടെ കൗമ മുസ്ലിം ഉമ്മത്ത് പടച്ചോനെ ഖുർആൻ ഉദ്ധരിച്ച്, അയാൾ ഖുർആനല്ലേ പറയുന്നത്, നമുക്ക് നോക്കിക്കൂടെ? ഇത്രാമത്തെ അധ്യായം എന്ന വചനം അയാൾ പറയണില്ലേ? നമുക്ക് ദയവ് ചെയ്ത് നമ്മുടെ കയ്യിലെ ഖുർആൻ എടുത്ത് നോക്കിക്കൂടെ? അത്ര പോലും ചിന്തിക്കാത്ത കൗമാണ്. ഇത്രയേറെ മാറി എന്ന് പറയുന്ന ഒരു ലോകത്ത് പോലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 25-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഹ്രസ്വമായി കൊണ്ടുവന്നത്. അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പരാതി, വിശുദ്ധ ഖുർആനിനെ ഈ ഉമ്മത്ത് അവഗണിച്ചു കളഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ കൂടെ ഒരു മാർഗം അവർ സ്വീകരിച്ചില്ല എന്നുള്ള ശക്തമായ വിലാപം ആഖിറത്തിൽ മനുഷ്യർ നടത്തും എന്നും അള്ളാഹു പറയുകയാണ്. അല്ലാഹ് പരമകാരുണികനായതുകൊണ്ട് വരാനിരിക്കുന്ന പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇഹലോകത്ത് അവന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ നാം എന്ത് വേണം? അതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതില്ലേ? അവിടെ ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അത്തരമൊരു അവസ്ഥയെ അപകരിക്കുന്ന സ്വഭാവം നമുക്കിവിടെ ഉണ്ടാകാൻ പാടുണ്ടോ? ഇപ്പൊ ഉദാഹരണം, ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബാണ്. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബാണ്. അതിൽ 66, 67, 68 വചനങ്ങൾ കണ്ണു തുറപ്പിക്കേണ്ട വചനങ്ങളാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ കുറിച്ചുള്ള പരാതിയല്ല അവിടെ.
മറിച്ച് നാം ആത്മീയ നേതാക്കന്മാരായി കണ്ടവർക്കെതിരെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. പടച്ചോനെ, ഞാൻ ഏറെ വിശ്വസിച്ച എന്റെ ഉസ്താദ് എന്നെ വഴിതെറ്റിച്ചു, സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചു എന്ന് തന്നെ ഇതേ പദം നാളെ ആഖിറത്തിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ. ഞങ്ങളെ തങ്ങന്മാരും ബീവിമാരും ഉസ്താദുമാരും പണ്ഡിതന്മാരും സാദാത്യങ്ങളും കുബറായിങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു, അവർ ഞങ്ങളെ വഞ്ചിച്ചു ദുനിയാവിലെന്ന് ആഖിറത്തിൽ അവരുടെ അനുയായികൾ പറയുമെന്ന് പറയുമ്പോൾ അതെത്ര ഭീകരമായ കാര്യമാണ്. ഞാൻ ഈ ടൈറ്റിലിനോട് നീതി പുലർത്തി സംസാരിക്കുകയാണ്. ഒരു ഖുർആനിക വചനം നിങ്ങൾ കേട്ടോ, സൂറത്ത് അഹ്സാബിലെ 66, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അന അല്ലാഹ് വഅത്അന റസൂലാ. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീമേൽ മറയുന്ന ദിവസം, മുഖം കുത്തി നരകത്തിൽ നടക്കും എന്ന് അല്ലാഹ് പറയുന്നു. റസൂൽ അത് വിവരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിൽ മുഖം കുത്തി വീണുകൊണ്ട് മനുഷ്യർ പറയുന്ന വിലാപം എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ഖുർആനും പ്രവാചക തിരുമേനിയുടെ ചര്യയും ഞങ്ങൾ അനുസരിച്ചില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താ പറ്റിയത്? അത് അപാരമായി പറയേണ്ട കാര്യമാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറ്റിയത്? ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത് അവര് പറയാണ്. വഖാലു റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബ്റാഅനാ ഫളല്ലൂന സബീലാ. ഈ വാചകം ആരെ ബാധിക്കുന്നതാണ്? കേരളത്തിലെ ഈ ഖുർആനിക വചനം ആരെ ബാധിക്കുന്നതാണ്? എന്താ പറയുന്നത്? വഖാലു, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അത്അനാ, ഞങ്ങൾ തീർച്ചയായും അനുസരിച്ചു. ആരെ? സാദത്തനാ വകുബ്റാഅനാ, കുബ്റായിങ്ങളെയും സാദാത്യങ്ങളെയും, വയലത്തൂർ സാദാത്യങ്ങളെ, തങ്ങന്മാരെ അല്ലാഹ് പറയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് അവര് പറയുന്നത് എന്താണ്? അവരെ ഞങ്ങൾ അനുസരിച്ചു, എന്നിട്ടോ അവർ ഞങ്ങൾ എന്ത് ചെയ്തു? ഫളല്ലൂന സബീലാ, യഥാർത്ഥ വഴിയിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ നാട്ടുകാർ പറയാണ്, ഈ മനുഷ്യന്മാര് പറയാണ്, സാദാത്യങ്ങളെയും ഖുറായിങ്ങളെയും മുജാഹിദുകൾ വന്നിട്ട് അവരോട് പറഞ്ഞിരുന്നു, എന്ത്? ഖുറാനിലേക്ക് മടങ്ങിക്കോളി, സുന്നത്തിലേക്ക് മടങ്ങിക്കോളിന്ന് മുള്ളമ്പാറ വന്നിട്ട് അവർ പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ? അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഒരു വാചകം കൂടെ കൽപ്പിക്കാം. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഖ്തദൂൻ. ഇതൊക്കെ അള്ളാന്റെ ഗ്രന്ഥത്തിലെ വചന, 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 104-ാമത്തെ വചന. ഈ വചനത്തിൽ എന്താ ഉള്ളത്? ഈ വചനത്ത് പറയുന്നത്, വൈദാ ഖീല ലഹും, പറയപ്പെട്ടാൽ, തആലൂ, മുള്ളമ്പാറയിലെ മനുഷ്യരെ, EK വിഭാഗമേ, AP വിഭാഗമേ, മുസ്ലിങ്ങളെ, നിങ്ങൾ വരൂ. എങ്ങോട്ട് വരൂ? ഇലാമാ അൻസലല്ലാഹ് വഇലർ റസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരെന്തു പറയും? മുള്ളമ്പാറയിലെ ആ പണ്ഡിത പുരോഹിതന്മാരെ തെളിവ് നോക്കാതെ, തൊണ്ട തൊടാതെ അവര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ അന്ധമായി അനുകരിക്കുന്ന, തഖ്ലീദ് ചെയ്യുന്ന ആ ഖൗമ എന്താ പറയുന്നത്? ഖാലൂ മാ വജദ്നാ അലൈഹി ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ, ഞങ്ങൾക്ക് ഇത് മതി, നിങ്ങളെ ഖുർആനും സുന്നത്തും ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നോക്കൂ, അള്ളയാണ് പറയുന്നത്, മുജാഹിദുകളല്ല. മുജാഹിദ് ബാലുശ്ശേരി അല്ല ഈ പറയുന്നത്, അള്ളാഹ് പറയാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക്, റസൂലിന്റെ സുന്നത്തിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ അവര് പറയും. ആരാ ഈ പറയുന്നത്? മുജാഹിദുകൾ എന്തായാലും അത് പറയാറില്ല. ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് മുജാഹിദുകൾ. സംശയമുണ്ടോ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും? പിന്നെ അത് ആരാ അങ്ങനെ പറയല്? ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ, ഞങ്ങളുടെ പിതാക്കന്മാർ. ചോദിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ ഉപ്പാപ്പമാർ അവരെ ഹദ്ദാദ് കഴിച്ചവരാണ്, റാത്തീബ് കഴിച്ചവരാണ്, മൗലിദ് കഴിച്ചവരാണ്, അവർ ഖബർ കെട്ടി ഉയർത്തിയവരാണ്. അവര് ഹദ്ദാദ്, നിങ്ങൾ ഈ 100 കൊല്ലായിട്ടല്ലുള്ളൂ, ഇതൊക്കെ ഒരു 1000-400 കൊല്ലം മുമ്പേ ഉണ്ടല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നവരോട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരാണ് ശരി എന്നല്ല അള്ളാഹ് പറയുന്നത്.
അവര് ശരിയല്ല എന്ന് പറയുന്നത്. നല്ല അള്ളാഹു ചോദിക്കുന്നറിയോ? കാലു മാ വജദ്നാ അലൈഹി ആബാഅന അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ല മോനെ, നിന്റെ ഉപ്പ ഒന്നും അറിയാത്ത ആളാണെങ്കിലും ഹിദായത്ത് ലഭിക്കാത്ത ആളാണെങ്കിലും പിഴച്ച ഉപ്പാന്റെ വഴി മതി എന്നാണോ നീ പറയുന്നത്? അതൊരു വല്ലാത്ത ചോദ്യമല്ലേ? നമ്മളോട് അള്ളാഹ് ചോദിക്കുകയാണ്, എടോ നിന്റെ ഉപ്പ വിവരമില്ലാത്ത ആളാണ്, നിന്റെ ഉപ്പാക്കട്ട് ഹിദായത്തും കിട്ടിയിട്ടില്ല, എന്നിട്ടും നീ പറയേ ആ വലാലത്ത് മതിയെന്ന്? ഖുർആൻ ഇവിടെ ഉണ്ടായിരിക്കെ, സുന്നത്തുണ്ടായിരിക്കെ, അത് രണ്ടിലേക്ക് നിന്നെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കെ അവരംഗീകരിക്കാതെ കാലു മാ വജദ്നാ അലൈഹി ആബാഅനാന്നോ, ഞങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയാണോ അത് മതി എന്നാണോ പറയുന്നത് എന്ന് അള്ളയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിലായിരിക്കണം. എന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? പടച്ചോനെ, ഞങ്ങള് സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും തൊണ്ട തൊടാതെ വിഴുങ്ങി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, EK സുന്നികളുടെ അബ്ദുസ്സലാം ദാരിമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാസർഗോഡ് ജില്ലയിലെ ഒരു പള്ളിയിലെ ഖാദിയാരാണ്. അയാൾ 2 വിവാദ പ്രസംഗങ്ങൾ ഈ അടുത്ത്, ഒന്ന് ഈ കഴിഞ്ഞ 2023 ഫെബ്രുവരിയിൽ ഒരു പ്രസംഗം നടത്തി. അതിലൊരു കാര്യം, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. 2 ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ അടുത്ത അയാൾ ഒരു പ്രസംഗം നടത്തി. എന്താണ്? നമസ്കാരം നടക്കുമ്പോ നിങ്ങൾക്ക് മോശമായ ചിന്തയോ തെറ്റായ കാര്യങ്ങളോ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ സംശുലമനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പണ്ഡിതൻ, EK സുന്നികളുടെ ഒരു പണ്ഡിതൻ പറയാണെന്ത്, ഞാൻ അങ്ങനെയാണ് കുറെ കാലമായിട്ട് നിസ്കരിക്കുന്നത്. ആര്? അബ്ദുസ്സലാം ദാരിമി നിസ്കരിക്കുന്നത് സംശുലമ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ ഓർത്തുകൊണ്ടാണ്, ഒരു മുസ്ലിയാരെ ഓർത്തുകൊണ്ടാണ്. അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് ലോകത്തോട് പ്രസംഗിക്കുകയാണ്. അത് കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയോ ഉസ്താദ്മാർ ഇവിടുത്തെ സമൂഹത്തിന്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെതിരാണ് ആ പരാമർശം. അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ പ്രതിഷ്ഠിക്കാനാണ് ആ പറയുന്നത്. അപ്പൊ മൂസാ നബിയെ തൂരിസീന പർവ്വതത്തിൽ വിളിച്ചു വരുത്തി 20-ാം അധ്യായം 12-13 വചനം സൂറത്ത് ത്വാഹ, അതിൽ അള്ളാഹ് പറയുന്നത് എന്താണ്? ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. നീ നമസ്കാരം നിലനിർത്തണം. എന്തിന്? എന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നീ നമസ്കരിക്കണം. അപ്പൊ ആരെ ഓർക്കേണ്ടത്? അള്ളാനെയാണ് ഓർക്കേണ്ടത്. അവിടെ എന്താ പറയുന്നത്? സംശുലമയെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാനാണ്. നോക്കൂ നിങ്ങൾ, ശുദ്ധ കുഫറിലേക്ക്, ശുദ്ധമായ ശിർക്കിലേക്ക്, അള്ളാഹുവിന് സമന്മാരം ഉണ്ടാക്കുന്നതിലേക്ക് ഈ പണ്ഡിതന്മാർ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇത് കേട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന കുറെ ആളുകൾ, ന്യായീകരണ തൊഴിലാളികൾ, ഞാനൊരു ഗ്രൂപ്പിൽ കയറി ഈ വിഷയം പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, നിസ്കാരത്തിൽ നമ്മളൊക്കെ വേറെ ആളുകളെ ഓർക്കാറില്ലേ, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതുപോലെയാണോ? ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ ഉമ്മാനെ ഓർമ്മ വരിക സ്വാഭാവികമാണ്. പക്ഷെ ഒരാൾ ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ ഉമ്മാനെ ഓർത്തുകൊണ്ടാ നിസ്കരിക്കേണ്ടത്. അത് രണ്ടും വ്യത്യാസമല്ലേ? ഇല്ല, നിങ്ങൾ തന്നെ പറ. ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് മമ്മൂട്ടിനെ മോഹൻലാലിനെ ഓർമ്മ വരിക. അതും ഒരാൾ ഒരു ഉസ്താദ് പറയാണെന്ന്, ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് മോഹൻലാലിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. ഇത് രണ്ടും ഒരേപോലെയാ? ആണോ? ഇത് രണ്ടും ഒരേപോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ എന്തോ മെന്റലി ഡിസോർഡർ ആണ്. അല്ലെ EK സുന്നികൾക്ക് തോന്നുകയാണെന്ന് ഇത് രണ്ടും ഒരേപോലെയാ? അല്ല, നമ്മൾ പറയാണ് നിങ്ങൾ അള്ളാനെ ഓർത്ത് നിസ്കരിക്കും. ഖുർആനിലെ 29-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത് അറിയോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്നിട്ട് അള്ളാഹ് അവിടെ പറയുന്നത് വലി ദിക്റുല്ലാഹി അക്ബർ. അള്ളാന്റെ സ്മരണ നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക. അപ്പൊ അള്ളാനെ ഓർത്തുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ. എന്നിട്ട് അബ്ദുസ്സലാം ദാരിമി എന്ന് പറയുന്ന പുരോഹിതൻ പറയാണ്, ഞാൻ സംശുലമയെ ഓർത്തുകൊണ്ടാണ് നിസ്കരിക്കല്. നിങ്ങളും വളരെ മോശമായ ചിന്ത മനസ്സിൽ വരുമ്പോ മനസ്സിൽ നിങ്ങൾ സംശുലമയെ പ്രതിഷ്ഠിക്കുക. ഇതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് ശിർക്കാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 165-ാമത്തെ വചനത്തിൽ അള്ളാനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹുവിന്റെ സ്ഥാനം ഒരു പടപ്പിനൊരാൾ നൽകിയാൽ അത് ശിർക്കാണ്. ഒരു ഖുർആനിക വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഞാൻ ഒന്നുപോലും എന്റെ വകയായിട്ടല്ല പറയുന്നത്. ഖുർആനിലെ 2-ാം അധ്യായം 165-ാമത്തെ വചനം. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിന് പുറമെ അവന് സമന്മാരെ ഉണ്ടാക്കുന്ന ചില ആളുകൾ. അവർ അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കും. അള്ളാഹുവിനെയാണ് നമസ്കാരത്തിലൂടെ ഓർക്കേണ്ടത് എന്നും അവനെ ഓർക്കാനാണ് നമസ്കരിക്കുന്നതെന്നും പറയാം. അതേ സ്ഥാനത്ത് സംശുലമയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ആളുകൾ, ഈ പണ്ഡിതന്മാരും അത് കേട്ടിട്ട് നമസ്കാരത്തിൽ സംശുലമയെ മനസ്സ് കൊണ്ടുവരുന്നവരും, എന്നിട്ട് അതിലെനിക്ക് ഗുണം കിട്ടി എന്നും കൂടെ ആ പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞു കളയുക. എന്നിട്ട് ജനങ്ങളോട് ആവശ്യപ്പെടുക, നിങ്ങൾ മുന്നിലിരിക്കുന്ന ആളുകളോട് പറയാ, നിങ്ങൾ നിസ്കാരത്തിൽ മോശമായ ചിന്ത വരുമ്പോ അള്ളാനെ ഓർക്കാനല്ല,
അള്ളാനെ ഓർക്കാനല്ല. അല്ലെ, ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരിച്ച ഒരു പടപ്പിനെ ഓർക്കാനാണ് പറയുന്നത്. എത്ര ഭീകരമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമാണ്. ഇങ്ങനെ ഒരു പ്രസംഗമുണ്ടോ ഇസ്ലാമില്? ഇങ്ങനെ ഒരു നിസ്കാരമുണ്ടോ ഇസ്ലാമില്? വ്യക്തിയെ ഓർത്തുകൊണ്ട്, പടപ്പുകൾ ഓർത്തുകൊണ്ട് ഒരു പടപ്പിനെ മനസ്സിൽ ഓർമ്മ വരെ സ്വാഭാവികമാണ്. നമുക്ക് ഓർമ്മ വന്നേക്കാം. പക്ഷേ നമ്മൾ ഇന്നത് ഓർത്തുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാന്റെ സ്ഥാനത്ത് ഒരു ഇൻസിനെ പ്രതിഷ്ഠിച്ചു കൊടുക്കുക, ഒരു മുസ്ലിയാരെ പ്രതിഷ്ഠിക്കുക, ആ മുസ്ലിയാരെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൈകെട്ടിയിട്ട് സൂറത്ത് ഫാത്തിഹയിൽ ഉടനീളം നമ്മൾ എന്താ പറയുന്നത്? പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു, സർവസ്തുതിയും സർവലോക പരിപാലകനായ റബ്ബിനാണ്. അവൻ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് നാഥാ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങൾ നേരായ പാതയിൽ നയിക്കണമേ. നീ അനുഗ്രഹം ചൊരിഞ്ഞ അമ്പിയാക്കളുടെ പാതയിൽ, ശുഹദാക്കളുടെ പാതയിൽ, രക്തസാക്ഷികളുടെ പാതയിൽ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ. നിനക്ക് കോപമുണ്ടായവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കരുതേ. വഴിപിഴച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കരുതേ. അതിൽ മുഴുവനും അള്ളാനോടാണ് നമ്മൾ പറയുന്നത്, അള്ളാനെയാണ് നമ്മൾ ഓർക്കുന്നത്. ആ സ്ഥാനത്ത് സംശുലമയെ ഓർക്കാൻ ഇവിടെ ഒരാൾ എതിർക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചോ, ആ കൂട്ടത്തിൽ ഒരാൾ ഉസ്താദേ എന്തൊക്കെ തന്നെയാണെങ്കിലും സെൽഫികൾ പറയുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, നിസ്കാരത്തിൽ അള്ളാനെയാണ് ഓർക്കേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ പ്രമാണമില്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവർ പറയുന്നത്? എന്തുകൊണ്ടാണ്? പ്രമാണത്തെ അവലംബിക്കുന്നേയില്ല, പഠിക്കുന്നേയില്ല, ഖുർആൻ ഒരു ആവർത്തി വായിക്കുന്നേയില്ല. ഞാൻ പറയുന്നത് സാധാരണ APK സുന്നികളല്ല, കാന്തപുരം ഖുർആൻ വായിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ? കാന്തപുരം ഉസ്താദ് ഖുർആൻ പഠിക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖുർആൻ പഠിക്കുന്നേയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? അത് വായിക്കുന്ന ഒരു ചെറിയ കുട്ടി പോലും ആ ഖുർആന്റെ കണ്ടന്റ് ഉൾക്കൊള്ളാതെ പോവില്ല. നേരെ മറിച്ച് ഇവരത് ഉൾക്കൊള്ളുന്നില്ല, ഖുർആനെതിരേ പറയുന്നുള്ളൂ. ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരാൾ ജീവിക്കാം. ഞാൻ ഓരോ പോയിന്റ് വേഗം വേഗം പറഞ്ഞു പോവാണ്. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ, അയാൾ എത്രയോ മേൽ മുത്തക്കി ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ആയിക്കൊള്ളട്ടെ, അയാൾക്ക് മരണമുണ്ടോ? ഉണ്ട്. അയാൾ മരിക്കോ? ഉണ്ട്. ആ മരണം എന്നത് മനുഷ്യന്റെ ദുർബലതയാണ്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അശക്തനാണെന്നാണ് അതിന്റെ അർത്ഥം. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ എത്രയോ മേൽ ദുർബലനാണ്. മനുഷ്യൻ എത്രയോ മേൽ ദുർബലനാണ്. സൂറത്ത് നിസായിൽ പറയാൻ, ആ മനുഷ്യൻ മരണത്തിന് വിധേയാകുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾക്കും, ഒരു നബിക്കും ഒരു വലിയനും രക്ഷപ്പെടാൻ കഴിയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഖുർആനിലെ 56-ാം അധ്യായം സൂറത്ത് വാഖിയ 60-ാമത്തെ വചനമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ ഞാൻ മരണത്തെ വിധിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു ഒരു വെല്ലുവിളി നടത്തുകയാണ്. ഏതെങ്കിലും ഒരു വലിയന്, ഏതെങ്കിലും ഒരു നബിക്ക്, ഏതെങ്കിലും ഒരു ശക്തന് മരണത്തെ അതിജയിക്കാൻ കഴിയോ? അത് നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾക്ക് എന്നെ അതിജയിക്കാൻ കഴിയില്ല, നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. ഇനി എന്റെ ചോദ്യം, ഇത്രയും ഞാൻ ഈ വിഷയത്തിന്റെ ആമുഖാണ് പറഞ്ഞത്. ഇനി എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ മരിക്കുന്നത് ദുർബലതയാണോ ശക്തതയാണോ? ഒരു വലിയ മരണത്തിന് വിധേയാകുക, മലക്കുൽ മൗത്ത് വന്ന അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുമ്പോ അത് തടുക്കാൻ പോലും കഴിവില്ലാതാവുക. ഞാൻ എന്തിനാണെന്നറിയോ? കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കുന്നത് ഒരു അപാര പോയിന്റിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാനാണ്. ഇപ്പൊ എന്റെ നാടിനടുത്താണ് CM മക്കാം എന്ന് പറയുന്ന സ്ഥലം, ശിർക്കിന്റെ കേന്ദ്രം, പിശാചിന്റെ വിഹാര കേന്ദ്രം, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെന്റർ. അതാണ് CM മടവൂർ എന്ന് പറയുന്ന സ്ഥലം. ഞാനിങ്ങനെ പച്ചയ്ക്ക് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. പച്ചയാഥാർത്ഥ്യത്തെ പച്ചയായി പറയുന്ന, വളച്ചുകെട്ടില്ലാതെ പറയുന്ന മരണാനന്തര ജീവിതം ഉണ്ടെന്ന ഉറപ്പിന്മേലാണ് ഞാനിത് പറയുന്നത്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കേന്ദ്രമാണ് ദർഗ. കാരണം ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് ശിർക്കാണ്. ആ ശിർക്ക് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള ഇടം അള്ളാനെ മാത്രം വിളിക്കുന്ന സെൽഫികളുടെ പള്ളിയാണ്. ഇബ്ലീസിന് എന്തോരം വെറുപ്പാണ്. അവിടെ ബിദ്അത്ത് നടക്കൂല, അവിടെ ഖുറാഫാത്ത് നടക്കൂല, അവിടെ ശിർക്കിന്റെ വിളി നടക്കൂല. കാരണം എന്താ? അല്ലാഹു സൂറത്ത് ജിന്നിലെ 18-ാമത്തെ വചനത്തിൽ പറയാണ്, പള്ളി അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ കൂടെ, അള്ളാന്റെ പുറമേന്ന് കൂടിയല്ല, അള്ളാനെയും വിളിക്കുക, അള്ളാന്റെ കൂടെ വേറൊരു ഷെയ്ഖിനെയും വിളിക്കുക. അതാണ് എന്ത്? ഖുതുബിയത്ത്. ഖുതുബിയത്ത് പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ മൊയ്തീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിക്കുകയാണ്. അള്ളാഹ് പറയാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറൊരാളെയും വിളിക്കരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്താണ് ആ വിളി? അത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അള്ളാനെ വിളിച്ച് ദുആ ചെയ്യുക. ആ വിളി അള്ളാന്റെ സ്ഥാനത്ത് വേറൊരാളോട് നടത്തിയാൽ
അത് ശിർക്കാണ്. അത് മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ അത് ശിർക്കാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ ശിർക്കാണ്. അത് ജിന്നിനെ വിളിച്ചാൽ ശിർക്കാണ്. അത് മലക്കിനെ വിളിച്ചാൽ ശിർക്കാണ്. ഒരു സംശയാർക്കില്ല. ദുആ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വിളി അത് ജീവിച്ചിരിക്കുന്നവരോടായാലും മരിച്ചുപോയവരോടായാലും അടുത്തുള്ളവരോടായാലും ദൂരെയുള്ളവരോടായാലും ആരെ തന്നെ വിളിച്ചാലും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ ആണോ അത് ശിർക്കാണ് എന്ന് ലോകത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ പള്ളി, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു CM മടവൂരിന്റെ ആ കേന്ദ്രം ഇബ്ലീസിന് ഏറെ ഇഷ്ടമുള്ള സ്ഥലമാണ്. ഈ CM മടവൂർ അഥവാ ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ എല്ലാ രംഗവും പറയാൻ എനിക്ക് ഈ സമയം പോരാ. ഒറ്റ കാര്യം ഞാൻ പറയാം. അദ്ദേഹം മരിച്ചു എന്ന് EK സുന്നികളും AP സുന്നികളും അംഗീകരിക്കുന്നു. മരിച്ചു. രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അവിടെ അല്ലെ, ആരെ കൈകളിലാണ് ആ ദർഗ നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ CM മടവൂർ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതോടുകൂടെ എന്തായി, എന്തു മനസ്സിലായി മനുഷ്യർക്ക്, വിവരമുള്ളവർക്ക്, വിവേകമുള്ളവർക്ക്? നോക്കൂ, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിന്റെ മിടിപ്പ് ഒന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. ഒരു മിനിറ്റിൽ 72 തവണ മിടിക്കുന്ന ഹൃദയം, അത് ആരുടേതായാലും ആ 72 മിടിപ്പ്, സെക്കൻഡിലെ മിടിപ്പ് ഒരു മിനിറ്റിൽ മിടിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത് അത് 72-ൽ നിന്ന് 62 ആകുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. 62 പിന്നീടത് 52-ൽ വരുന്നു, 42-ൽ വരുന്നു, 32-ൽ വരുന്നു, 22-ൽ വരുന്നു, 12-ൽ വരുന്നു, 10-ൽ വരുന്നു, 8 ആവുന്നു, 7 ആവുന്നു, അത് 5 ആവുന്നു, 4 ആവുന്നു, 3 ആവുന്നു, 2 ആവുന്നു, പിന്നെ ആ പൾസ് പയ്യെ പയ്യെ ഇല്ലാതാകുന്നു. അങ്ങനെ ഡോക്ടർമാർ മരണത്തെ ഉറപ്പിക്കുന്നു. അല്ലെ, സംശയമില്ല ആർക്കും. അങ്ങനെ മരിച്ചുപോയ ഒരാൾ സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പ്, ഇനി നോക്കൂ, ഒരാളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയില്ലേ, ഓരോ വ്യക്തിയുടെ ഹൃദയം ഒരാളുടെ കൈപ്പിടി ഇത്രയാളുള്ളത്. ഈ വലിപ്പാണ് ഒരാളുടെ ഹൃദയത്തിന് ഉണ്ടാകുക. ഒരാളുടെ ഹൃദയത്തിന്റെ വലിപ്പറിയാൻ അയാളുടെ കൈ ഇങ്ങനെ പിടിച്ചാൽ മതി. ഒരു സ്ത്രീ അവരുടെ ഹൃദയത്തിന്റെ വലിപ്പറിയണം, നെഞ്ചു തുറന്നു നോക്കണ്ടില്ല, കൈ ഇങ്ങനെ പിടിച്ചാൽ ഇത്ര വലിപ്പേ ഉണ്ടാവും ആ ആളുടെ ഹൃദയം. ഒരാളുടെ കൈ ഇത്ര ഉണ്ട് എന്ന് വിചാരിക്കുക, അയാളുടെ ഹൃദയം അത്ര ഉണ്ടാവും. ഒരാളുടെ കൈ ഒരു പിടി ഇങ്ങനെ ഇത്ര വലിപ്പത്തിൽ അയാളുടെ കൈ അത്രയും വലിയ കൈയാന്ന് വിചാരിച്ചോ, അത്രയും വലിയൊരു ഹൃദയം അയാൾക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നത് കൊണ്ടാണ് CM മടവൂർ മരിച്ചത്. ഒരു സംശയമില്ലല്ലോ. സ്വന്തം ഹൃദയത്തെ ഒരു കൈപ്പിടി വലിപ്പത്തിലെ ഹൃദയം നിയന്ത്രിക്കാനാകാത്തത് കൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ഈ പോയിന്റ് തലച്ചോറുള്ളവർക്ക്, ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന നിലക്ക് ഒരു തലച്ചോറുണ്ടാവൂലേ, അത് AP EK സുന്നി ആകുന്നതോടുകൂടി ഇല്ലാണ്ടാവോ? തലച്ചോറ് എന്ന് പറയുന്നത് ഇല്ലാണ്ടാവോ? മുജാഹിദുകൾക്ക് മാത്രം തലച്ചോറും ഇങ്ങക്ക് തലച്ചോറില്ലാതാവോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചത് കൊണ്ടാണല്ലോ മരിച്ചു എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ചിന്തിക്കാൻ, ഞാൻ വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ മരണത്തിന് ശേഷം നിയന്ത്രിക്കാൻ ഈ മനുഷ്യന് കഴിയുന്നു വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, തലച്ചോറ് പെരിച്ചായി തിന്നാതെ, തലച്ചോറിലെ ഒരൊറ്റ അംശവും ബാക്കിയില്ലാതെ പെരിച്ചായി തിന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ പറ. ഒരു കാര്യബോധമുള്ള, മെന്റലി ഡിസോർഡർ അല്ലാത്ത, കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ പറയോ ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിക്കാനാവാത്ത ആള് 18,000 ലോകം നിയന്ത്രിക്കുന്നു എന്നാണ് നൗഷാദ് ഹസനി എന്ന് പറയുന്നത്, ആ കുഞ്ഞിമോൻ പറയുന്നത്. 18,000 ലോകം നിയന്ത്രിക്കുന്നു CM മടവൂര്. 18,000 ലോകേ. നിങ്ങൾ ആലോചിച്ചു, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്ക ഒരു സൂര്യനില്. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് ഒരു സൂര്യൻ സഞ്ചരിക്കുന്നത്. ആ സൂര്യനെ നിങ്ങൾ ആലോചിച്ചു നോക്കേ, 10,000 കോടി നക്ഷത്ര കുടുംബമുണ്ട്. ഒരു നക്ഷത്ര കുടുംബത്തിൽ 10,000 കോടി നക്ഷത്രം. അങ്ങനെയുള്ള 10,000 കോടി നക്ഷത്ര കുടുംബം ഒന്ന് സങ്കല്പിക്കുക. ഒരു കുടുംബത്തിൽ തന്നെ 10,000 കോടി. അങ്ങനെയുള്ള 10,000 കോടി കുടുംബം, ഒരു കുടുംബത്തിൽ തന്നെ 10,000 കോടി നക്ഷത്രം. ആ ഒരു കുടുംബം, എത്ര കുടുംബമുണ്ട് ആകാശത്ത്? 10,000 കോടി കുടുംബം. ആകാശത്ത് എത്ര കുടുംബമാണ്? നക്ഷത്രങ്ങളുടെ കുടുംബം. ഒരു കുടുംബത്തിൽ 10,000 മെമ്പർമാര്. അങ്ങനെയുള്ള 10,000 കോടി കുടുംബം. അപ്പൊ എത്ര ഉണ്ടാവും? ഇനി ഞാൻ പറയുന്ന നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. CM മടവൂരിനെ കുറിച്ച് പറയുന്ന കറാമത്തിൽ ഒരു കറാമത്ത് എന്താ അറിയോ? അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നു. അപ്പൊ അദ്ദേഹം ഒരാളോട് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന് ഒരാളോട് പറഞ്ഞു വെച്ചിരുന്നു. ആ ആള് മയ്യത്ത് കുളിപ്പിക്കാനുണ്ടോ എന്ന് CM മടവൂർ കണ്ണുറന്ന് നോക്കിന്നാ. ചിന്തിക്കണേ ജനങ്ങളെ, ഇതൊക്കെ ഈ നാട്ടിൽ പ്രസംഗിക്കുകയാണ്. ഈ നാട്ടിൽ മനുഷ്യന്മാരുടെ മുമ്പിൽ വെള്ളക്കുപ്പായിട്ട് സത്യമായിട്ട് നല്ല തലയെക്കെട്ടൊക്കെ കെട്ടി നല്ല ഉഷാറില് സത്യമായിട്ട് ഒരു 100 കിലോ ഒക്കെ തൂക്കമുള്ള ഒരു ഉസ്താദ് ഇരുന്നിട്ട് പറയാണ്,
എന്താ പറയണേ നിങ്ങൾ കേട്ടോളിട്ടോ. സീമടൂരിന്റെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ സീമടൂർ നോക്കുകയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എന്നാണോ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. അങ്ങനെ കണ്ണു തുറന്നിട്ട് നോക്കിയിട്ട് അയ്യന്നല്ലേ, അൽഹംദുലില്ലാഹ് കുളിപ്പിച്ചോ, കബറടക്കിക്കള. ഇങ്ങനെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ പറയും. ഇനി ഞാനൊന്നും ചോദിച്ചോട്ടെ, ഞാനിപ്പോ എന്റെ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കും, എന്റെ വാപ്പ കണ്ണു തുറന്നിട്ട് മോനെ ഇയ്യന്നല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ബോധം ഉണ്ടാവും, എന്റെ മയ്യത്ത് വേറെ ആരും കുളിപ്പിക്കേണ്ടി വരും. ലോകത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മരിച്ചിറക്കണ ഒരാള് അള്ളാന്റെ റസൂല് നിങ്ങൾ തന്നെയല്ലേ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഉണ്ടോ? എന്തുകൊണ്ടാണ് അള്ളാഹു നൽകിയ ഒരു തലച്ചോറ് മനുഷ്യന് സാമാന്യ ബുദ്ധി, ആ സാമാന്യ ബുദ്ധി ഇല്ലാതായി പോകുന്ന എങ്ങനെ കൂട്ടരെ? യുവാക്കളെ, SKSSF-ന്റെ SSF-ന്റെ ഒക്കെ കുട്ടികളെ കേൾക്കേണ്ട പൊന്നു മക്കളെ, അള്ള കൊടുത്ത തലച്ചോറുണ്ടത്. ഒരാൾ മരിച്ചെടുക്കുന്നിടത്ത് നിന്ന് കണ്ണു തുറന്ന് ഇന്ന ആളാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് കണ്ണു തുറന്നിക്കെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്വാഭാവികമായും മരിച്ചൊരാൾ കണ്ണുറന്ന പിന്നെ ആ മയ്യത്ത് കുളിപ്പിക്കുവോ? ഈമാനുള്ള ഒരാള് വേണ്ട. മനുഷ്യനോട് സ്നേഹമുള്ള ഒരാള് എന്തായിരിക്കും ചെയ്യാ? അള്ളാന്റെ ബഹോ ഇതാ മരിച്ചോലടങ്ങോ, എന്താണ് പ്രശ്നം എന്നോ ഒറ്റ കരച്ചിലും കൂക്കി വിളിയും ബഹളവും ഇങ്ങനെയല്ല ഉണ്ടാവുക. ബാപ്പ മരിച്ചെന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തതിനു ശേഷം മയ്യത്ത് കുളിപ്പിക്കാൻ 1.5 മണിക്കൂർ കിടത്തി നാട്ടുകാരൊക്കെ കണ്ട് തുണിയൊക്കെ അങ്ങനെ പൊക്കി മുഖമൊക്കെ കാണിച്ചു കൊടുത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുവച്ചെടുത്ത് കണ്ണൂർ മൈദീന ഇങ്ങനല്ലേ ചോദിച്ചാല് പിന്നെ എന്തായിരിക്കും അവിടെ ഉണ്ടാകുക? നിങ്ങൾ ചിന്തിക്കും. ഇനി ഞാൻ വേറൊന്നും പറഞ്ഞു കേട്ടോ, ക്ഷമിച്ചോളി. മൂപ്പര് കണ്ണ് തുറന്നതിന് ശേഷം ഈ മയ്യത്ത് ഇയാൾ കുളിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നമുക്ക് ഈ കബർ എന്നാ കബറടക്കും, ഇജ്ജ് ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയാം, പക്ഷെ നാട്ടുകാർ കാണാൻ എന്നാ കുഴിച്ചിടും. അത്രയും വെറുപ്പുള്ള ഒരാളെ എനിക്ക് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ കണ്ണുറന്നൊരു മനുഷ്യനോട് ദയാദാക്ഷിണ്യത്തോടെ അയാളെ കബറടക്കി കൊണ്ടുപോകും, കബറിൽ കൊണ്ടുവെക്കുവോ? നമ്മുടെ ഒരാൾ മരിച്ചെടുക്കുമ്പോൾ കണ്ണുറന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ കണ്ണുറന്ന് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ കുളിപ്പിക്കാൻ നമ്മൾ മടിക്കും. കാരണം ആരെയാ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? മരിച്ച ആളെ. മരിച്ചിട്ടില്ല കണ്ണുറക്കണ്. മരിച്ചുപോയൊരു മനുഷ്യൻ കണ്ണു കറാമത്ത് പറയാൻ കണ്ണുറന്നു. എന്നിട്ട് ആലോചിക്കുക, ലോകത്തുള്ള ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്നത് മൂപ്പരാണ്, മഴ പെയ്യിപ്പിക്കുന്നത് മൂപ്പരാണ്, മരിച്ചോലെ ജീവിപ്പിക്കുന്നത് മൂപ്പരാണ്. ഏറ്റവും സങ്കടം തോന്നിയെന്നറിയോ? ബീച്ച് ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ മരിച്ചൊരാളെ CM മടവൂര് ആംബുലൻസ് പാതി വഴി തടുത്തു നിർത്തി. പകരവസ്ഥാത് പറയുന്നത് എങ്ങനെ അറിയോ? ബീച്ച് ഹോസ്പിറ്റലിൽ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി രേഖപ്പെടുത്തിയ ഒരു മയ്യത്ത്. ആ മയ്യത്ത് CM മടവൂര് കണ്ടിട്ട് പറയണത്, നീച്ചാജി അവിടെ പോയവിടെ പറഞ്ഞാണ്. അങ്ങനെ എണീറ്റ് ചിരിച്ചുകൊണ്ടാണ് പോയി. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ തലച്ചോറുള്ളവരോട്. ബീച്ച് ഹോസ്പിറ്റൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് എത്ര കൊല്ലം മുമ്പ്? 35 കൊല്ലം മുമ്പാണല്ലോ. ഈ 35 കൊല്ലം മുമ്പ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയ റെക്കോർഡിൽ ഉണ്ടാവില്ലേ? ആ രേഖപ്പെടുത്തിയ ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിൽ ചർച്ചയാവൂലേ? അത് അന്നത്തെ പത്രത്തിലും ദൂരദർശനിലും അത് ചർച്ചയാവൂലേ? പക്ഷെ ഭാഗ്യക്കെടുന്ന മൊയ്ലിയന്മാർക്ക് മാത്രമേ അത് അറിയൂ. വേറെ അവിടെ ഈ മയ്യത്ത് നോക്കിയ ഡോക്ടർ, അമുസ്ലിമായ ഡോക്ടർക്ക് ഈ വിവരം അറിയില്ല. ആർക്കും അറിയില്ല. പൊന്നാര സുന്നികളെ, ഈ 2 കാലം നടക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. ഞാൻ കോഴിക്കോടേക്കാ പോകുന്നത്, നിങ്ങൾ എന്റെ കൂടെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. ഇങ്ങനെ ഒരു സംഭവം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായി എന്നാ പറയുന്നത്. കോഴിക്കോട് ഇതൊക്കെ പറയുന്നത് പകര അർസനി എന്ന് പറയുന്ന വലിയാരാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മെഡിക്കൽ കോളേജിൽ ഏത് റിപ്പോർട്ടിലാണ് അതുള്ളത്? നിങ്ങൾ നോക്ക്. ഞാൻ ഇതൊക്കെ പോട്ടെ, ഒരു കുട്ടി മരിച്ചപ്പോ അവനെ ജീവിപ്പിച്ചു വിട്ടു. എന്റെ സുഹൃത്തുക്കളെ, ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള നബി ആരാ? മുത്തുനബീനെ നാട്ടുകാരെ വിളിച്ച എന്തിനറിയോ? എന്താണെന്നറിയോ? വാലറ്റവൻ. ശരിക്കും ചിന്തിച്ചോളി. ഈ മുള്ളംപാറയിൽ ഈ സംഭവം നേരം എടുത്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളോട് പറയാൻ ഇത് പറയാൻ വേറൊരാൾ വരും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, ലോകത്തിന്റെ കാരുണ്യവാനായ തിരുദൂതർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുദൂതർ, ആ തിരുദൂതരുടെ 6 മക്കൾ മരിച്ചിട്ട് ശത്രുക്കൾ മുഴുവനും വാലറ്റവൻ എന്ന് വിമർശിച്ചിട്ട്, വാലറ്റവൻ തലമുറകളില്ലാത്തവൻ എന്ന് വിമർശിച്ചിട്ട് ഒരു കുട്ടിയെ മരിച്ചിറക്കുന്നിടത്ത് ജീവിപ്പിക്കാൻ അള്ളാന്റെ റസൂലിന് കഴിഞ്ഞോ? ചിന്തിക്ക്. വാലറ്റവൻ എന്ന് വിമർശിക്കപ്പെട്ടിട്ടും വേദനിച്ചിട്ടും ദുഃഖിച്ചിട്ടും ഗദ്ഗത കണ്ടനായിട്ടും ഇബ്രാഹിമിന്റെ മരണത്തിൽ വാവിട്ട് കരഞ്ഞിട്ടും ആ റസൂലിന് മരിച്ച ഒരു മോളെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? സ്വന്തം മോനെ മരിക്കാൻ കിടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോ ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ടെന്ന് എന്റെ മോളോട് പറ. മരിച്ചതിന് ശേഷം ആ മോനെ ചെന്ന് കണ്ടിട്ട് അവിടുന്ന് വിതിമ്പിക്കരയാണ് റസൂല്. സ്വന്തം മോളെ കുഞ്ഞ് മരിച്ചെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ നബി വരുമ്പോ ശരിക്കും സമസ്തക്കാരെ പോലുള്ള ഒരു ടീമായിരുന്നു നബീന്റെ മക്കളെങ്കിൽ ബേജാറൊന്നും വേണ്ട, എണീച്ചാടി അവിടുന്ന് മുത്തുനബി പറയും. അങ്ങനെ എണീച്ചാട് പോകുന്നു പറഞ്ഞാൽ പോരെ?
അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നു ഇതൊരു പുതിയ മതമാണ്. സമസ്ത എന്നതൊരു പുതിയ മതമാണ്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരു പ്രവാചകനും ഇങ്ങനൊരു മതസമൂഹത്തെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. ജൂതന്മാരെ അവർ കണ്ടു, ക്രിസ്ത്യാനികൾ അവർ കണ്ടു, മജൂസികളെ കണ്ടു. സമസ്ത എന്ന ഒരു ലോകത്ത് തുല്യതയില്ലാത്തൊരു മതം, സത്യമായും സമാനതകളില്ലാത്തൊരു മതം, ഇത്ര ജീർണിച്ച വിശ്വാസമുള്ള ഒരു ജനത ആകാശത്തിന്റെ ചുട്ടിൽ വേറെ ഏതാണ്? എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച ഒരു കള്ളുഷാപ്പ് നടത്തും ഒരു സ്ത്രീ, എന്നിട്ട് ആ സ്ത്രീ വന്നിട്ട് ഡൽഹിയിലെ ഒരു ഔലിയനോട്, ഇവർ പരിചയപ്പെടുത്തുന്ന ഒരു ഔലിയനോട് പറയാണ്, കള്ള് ഷാപ്പിൽ കസ്റ്റമർ കുറവാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, കള്ള് ഷാപ്പിൽ കസ്റ്റമർ കുറവാണ്. അപ്പൊ ആ ഷെയ്ഖ് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, കള്ള് ഷാപ്പിന്റെ മേലെ അവിടെ വെച്ചോ, ആ തിണ്ടിന്റെ മേലെ അവിടെ വെച്ചോ, ഇൻഷാ അല്ലാഹ് ഫലം ഉണ്ടാവും. ആര്? ഒരു വലിയ. എന്നിട്ട് ഈ സ്ത്രീ അവിടെ ചെന്ന് ഈ കടലാസ് അവിടെ എഴുതി വെച്ചു. പിറ്റേന്നത്തെ ആഴ്ച പാരിതോഷികവുമായി ഈ വലിയന്റെ അടുത്തേക്ക് ഈ സ്ത്രീ ചെല്ലുകയാണ്. എന്നിട്ട് ഈ വലിയ സ്ത്രീനോട് ചോദിക്കണം, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അവര് പറയാണ്, കസ്റ്റമറും കൂടെ കൂടിയിട്ട് കള്ളിളുമ്പാൻ നേരം കിട്ടുന്നില്ല. ആരെ കറാമത്തുണ്ട്? ഔല്യന്റെ കറാമത്തുണ്ട്, ഒരു വലിയന്റെ കറാമത്തുണ്ട്. ഇതാരാ പ്രസംഗിച്ചത്? EK സുന്നികളുടെ അല്ലെ? EK സുന്നികളുടെ അബ്ദുസ്സലാം ദാരിമി, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചു, ഒരു വലിയന്റെ കറാമത്ത് എന്താണ്? ഒരു നാട്ടിൽ 1000 ആളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, 100 ആളെ അവിടെ കള്ളു കുടിച്ചിരുന്നുള്ളൂ. 100 ആളെ അവിടെ കള്ളുടിച്ചു. ഈ വലിയന്റെ അടുത്ത് ഈ പെണ്ണ് പോയപ്പോ 900 ആളും കള്ളുടിയന്മാരായി. എങ്ങനെയുണ്ട്? എന്തൊരു ഇസ്ലാമാണല്ലേ അത്! ഇത് പരസ്യമായിട്ട് കഴിഞ്ഞ് 2023 ഫെബ്രുവരി 5 നിങ്ങൾ അറിയണം, പട്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് EK സുന്നികളുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചതാണ്. നിങ്ങളുടെ ഉസ്താദ് പ്രസംഗിച്ചാണ്. നിങ്ങൾ ഔലിയാന്റെ കറാമത്ത് എന്താണ്? കള്ള് ഷാപ്പിൽ ആളുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുക, തെമ്മാടിത്തത്തിന് കൂട്ടുക, നിസ്കാരം അള്ളാന്റെ പേരിൽ അല്ലാതെ നിർവഹിക്കുക. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ആത്മാർത്ഥമായി, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ മതം ഏതാണ്? ഈ ദർശനം ഏതാണ്? ഈ സിദ്ധാന്തം ഏതാണ്? الذين آمنوا وكانوا يتقون ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. 10-ാം അധ്യായം 61-62 വചനം. ആരാ ഔലിയാക്കള്? അള്ളാനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളുകൾ. മദ്യപിക്കരുതേ എന്നാ ഖുർആൻ പഠിപ്പിച്ച്, വ്യഭിചരിക്കരുതേ എന്നാ ഖുർആൻ പഠിപ്പിച്ച്. ഔലിയാക്കളോ അതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ്. ഇതാണോ കറാമത്ത്? ഇതാണോ വലിയ? നിങ്ങൾ ചിന്തിക്കൂ, ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ടോ? മദ്യമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചു പ്രവാചകൻ. ഇവിടെ ഒരു വലിയോ കൂടുതൽ ആളുകൾ മദ്യപിക്കുന്ന അത്ഭുതം ഉണ്ടാക്കുക ചെയ്യണത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുദേവൻ പച്ചവെള്ളം മദ്യമാക്കി എന്ന് പറയുന്നത് ലോക ക്രിസ്ത്യാനികളോട് നമ്മൾ വിമർശനമായിട്ട് പറയുന്നതാണ്. തിരിച്ചുപ്പ അവർ പറയുന്നതോ, ഡൽഹിയിലെ വലിയ 1000കണക്കിന് ആളുകളെ മദ്യപിക്കുന്നവരാക്കിയില്ലേ? ഈ കറാമത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് സെബാസ്റ്റ്യൻ പുന്നക്കൽ ക്ലിപ്പിട്ട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കേണ്ട ഒരു ഘട്ടം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പറയൂ, യുക്തിവാദികൾ നിങ്ങളുടെ ക്ലിപ്പിടുന്നു. നിങ്ങൾ പറയൂ, ഈ മതപ്രബോധനം എന്താണ്? നിങ്ങൾ ഈ നിർവഹിക്കുന്ന മതപ്രബോധനം എന്താണ്? ലിയാഖത്ത് അലി ക്ലിപ്പിടുന്നു, ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി ക്ലിപ്പിടുന്നു. അവർ പ്രസംഗിക്കുന്നു, ഇതാ കള്ളിഷാപ്പിൽ ആളെ വർദ്ധിപ്പിക്കുന്ന കറാമത്ത്. പിന്നെന്തിന് നിങ്ങൾ മദ്യത്തിനെതിരെ പറയണം? ഇത് അബ്ദുസ്സലാം ദാരിമി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? കാസർഗോഡ് ജില്ലയിലെ വലിയൊരു പള്ളിയിലെ ഖാദിയാണ് അയാൾ. ജിബ്രി മുത്തുക്കോയ തങ്ങളുടെ അനുയായിയാണ് അയാൾ. ആ കൂട്ടത്തിലെ പണ്ഡിതനാണ് അയാൾ. ഞാൻ പറയുന്നത് എന്തോര അബദ്ധമാണ് നമ്മുടെ വിശ്വാസത്തിലും സംസ്കാരത്തിലും ആചാരത്തിലും ഉള്ളത്. ഒരു ഖുർആനിക വചനം, തൗഹീദ് ഇത്ര ക്ലാരിറ്റി വരുത്തിയ ഒരു ഖുർആനിക വചനം, അത്ഭുതാവഹമായ ഒരു വചനം. ഖുർആനിലെ 39-ാം അധ്യായം കേരളത്തിലെ 2 പ്രബല മതസംഘടനകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഖുർആനിക വചനം. എങ്ങനെ കേരളത്തിലെ സമസ്തയെയും കേരളത്തിലെ മുജാഹിദുകളെയും അവർ 2 പേരുടെ സ്വഭാവത്തെ പറയുന്ന ഒരു ഖുർആനിന്റെ വചനം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. കേട്ടോളിട്ടോ. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനം. മാഷാ അല്ലാഹ്, ഞാൻ ഈ ഖുർആൻ പഠിച്ചത് മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം എന്താണ് സലഫിസം എന്ന്. അത്ര ക്ലാരിറ്റി വരുത്തിയ ഒരു ഖുർആനിക വചനം. മാഷാ അല്ലാഹ്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയാൽ അത്ഭുതം കുറിപ്പോകും. മുള്ളമ്പാറയിലെ ജനങ്ങളെ നിങ്ങളുടെ പഠനത്തിനും മനനത്തിനും വേണ്ടി ആ ഖുർആനിന്റെ വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താ പറയുന്നതെന്ന് അറിയോ? അല്ലാഹ് പറയുന്നത്, അല്ലാഹുവിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പടച്ചോനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, നോക്കൂ, വൈദാ ദുഖിറല്ലാഹു വഹ്ദഹു, ശരിക്ക് ചിന്തിച്ചോളണം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്, മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു കിതാബ് എന്നല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ എടുത്തോ. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പള്ളിയിലോ കവലയിലോ മദ്രസയിലോ എവിടെങ്കിലും ഇരുന്നിട്ട് ഈ ഖുർആനിക വചനം എടുക്ക്.
എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ പറ്റിയാണോ അള്ളാഹ് പറയുന്നത്, ഞങ്ങളെ പറ്റിയാണോ അള്ളാഹ് പറയുന്നത്? ആ ഖുർആനിക വചനം എന്താ അറിയോ? അള്ളാഹുവിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ, എന്ത് അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയപ്പെട്ടാൽ, നേർച്ച അള്ളാഹുവിന് മാത്രം എന്ന് പറയപ്പെട്ടാൽ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അസഹ്യത അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ കേട്ടോളണം. അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ കോപിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, ഖണ്ഡനം നടത്തുന്ന, സ്റ്റേജ് കയ്യേറുന്ന, പോസ്റ്റർ കീറുന്ന ഒരു വിഭാഗം ആളുകളെ നിങ്ങൾക്ക് കാണാം. തീർന്നില്ല. അടുത്തത് എന്താ അറിയോ? അള്ളാന്റെ കൂടെ CM മടവൂരിനെ വിളിക്കാന്ന് പറഞ്ഞാൽ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അവർക്കതാ AP ആകുന്നു. ഒന്നുകൂടി എന്റെ ഭാഷയെ പറഞ്ഞാൽ APകൾക്കതാ ഹാപ്പി ആകുന്നു എന്ന് റബ്ബ്. ഞാൻ ചോദിക്കുന്നു, ഈ ഖുർആനിക വചനം ആരെ പറ്റിയ? അള്ളാന്റെ ഖുർആനിൽ ഈ വചനം എങ്ങനെ നമ്മൾ ഒഴിവാക്കും? ഈ വചനം കേരളത്തിൽ ഏത് മുസ്ലിം സമുദായത്തെ കുറിച്ചാ? അള്ളാനെ മാത്രമേ വിളിക്കൂ. അത് ഇബ്ലീസിന്റെ വാദാണ്. നജീബ് പറയുന്നു ഇബ്ലീസിന്റെ വാദാണ്. കാന്തപുരം പറയുന്നു ഇബ്ലീസിന്റെ വാദാണ്. പൊന്മള എഴുതി വെക്കുന്നു ഇബ്ലീസിന്റെ വാദാണ്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്നതിൽ ആശിൻ നഈമി എഴുതി വെക്കുന്നു ഇബ്ലീസിന്റെ വാദാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനെ മാത്രം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, കീലത്ത് മുഹമ്മദ് മാഷ് പറയാൻ, മൊറാർജിക്കൊരു മൂത്രവും മുജാഹിദ് വഹാബിക്കൊരു മാത്രവും. ആർക്കവിടെ ദേഷ്യം പിടിച്ച്? ഇനി അടുത്ത വാചകം എന്താ നോക്കൂ, അടുത്ത വാചകം എന്താ? അല്ലാഹുവിന് പുറമെ അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക എന്ന് പറഞ്ഞു നോക്ക്. ഓക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി എന്റെ ചോദ്യം, വിനീതമായ ചോദ്യം, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് ദേഷ്യം പിടിക്കാറുണ്ടോ? ഉണ്ടോ? അതോ സന്തോഷിക്കാറുണ്ടോ മുജാഹിദുകൾ? പറ, മുജാഹിദുകൾ സന്തോഷിക്കാറുണ്ടോ? ഉണ്ട്. പ്രാർത്ഥന അള്ളാഹിനോട് ആകാം, മൊയ്തീൻ ശൈഖിനോട് ആകാം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കാ സന്തോഷം? പറഞ്ഞോളി, ആർക്കാ സന്തോഷം? എങ്കിൽ ഈ ഖുർആനിക വചനപ്രകാരം ആരാണ് പഴിച്ചത്? ഈ ഒരൊറ്റ ഖുർആൻ വചനം കേട്ടിട്ടും EKAP സുന്നയായിട്ട് തുടരുകയാണോ? ഹിദായത്തിന്റെ സാധ്യത പടച്ചോന്റെ കയ്യിലാണ് അർത്ഥം. ഒരു രക്ഷയില്ല. കാരണം അത്ര ക്ലാരിറ്റി വരുത്തി ഇങ്ങനെ ഒരു, ഞാൻ പറയും ഖുർആനിൽ വേറൊരു വചനവും വേണ്ട തൗഹീദ് മനസ്സിലാക്കാൻ. തൗഹീദ് മനസ്സിലാക്കാൻ ഇനി എന്തിനാ വേറെ വചനം? ചിന്തിക്ക്. ഖുർആനിലെ 39-ാം അധ്യായം ഇതിനോളം ക്ലാരിറ്റി വരുത്തിയ ഒരു വചനം. അള്ളാന്റെ കൂടെ ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞ സന്തോഷം അതേതാ? അതേതാ? അങ്ങനെ ചിന്തിക്ക്. കുട്ടികളെ തരണേ പാപ്പ, അതാരോടാ? പാപ്പാനോട്. ഗുരുവായൂരപ്പ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പാപ്പ എന്ന് പറഞ്ഞൊരു ദൈവം മുസ്ലിങ്ങൾക്ക്. കുട്ടികളെ തരണേ പാപ്പ, സങ്കടം മാറ്റണേ പാപ്പ. പടച്ചോനോടല്ല, പടച്ചോനോടല്ല. ഞാന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഫലസ്തീൻ കുട്ടികൾ, ചെറിയ മക്കൾ വരെ റബ്ബിനോടാ ദുആ ചെയ്യുന്നത്. ആ ഫലസ്തീനികൾക്ക് വേണ്ടി കേരളത്തിലെ മൗലവിമാർ ദുആ ചെയ്ത് റസൂലിനോടാ. ഫലസ്തീനി കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങളോട് പൊറുക്കണേ റസൂലേ. അതിലാരൊക്കെ ഉണ്ട്? നൗഷാദ് ബാക്കബി വരെ ഉണ്ട്, കേരളത്തിൽ അറിയപ്പെട്ട പ്രാസംഗികൻ അല്ലെ. ചിന്തിക്ക്, ഫലസ്തീനികൾ വിളിച്ചില്ല, പക്ഷെ ഫലസ്തീനികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിക്കുന്നു കേരളത്തിലെ സമസ്ത. ചിന്തിക്ക്. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പല ആളുകൾക്കും മുജാഹിദുകളോട് ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ. ഇത് കേൾക്കുമ്പോ വെറുതെ എടുക്കുക. ഇപ്പൊ പല ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, മൊയ്ലിയന്മാരുള്ള ഗ്രൂപ്പുകൾ. അതിൽ ചില മൊയ്ലിയന്മാരെന്നോട് ചോദിച്ചാണ് അല്ല പോരെ എന്ന് ചോദിച്ചിട്ട് ഖുർആനിൽ ഇത് അന്ന ആള് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കണേ, ചെങ്ങാതി ഞാനല്ല ചോദിക്കണേ, അല്ലേ ചോദിക്കണേ. ഖുർആനിലെ 39-ാം അധ്യായം, ഇപ്പൊ ഞാൻ ഓതിയ സൂറത്ത് സുമറിലെ 36-ാമത്തെ വചനത്തിൽ അല്ല ചോദിക്കുകയാണ്, എന്റെ അടിമക്ക് ഞാൻ പോരെ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ എന്താണ് ബാക്കി? അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുകയോ, മൊയ്തീൻ ശൈഖിന്റെ കുരുത്തക്കേട്, മമ്പറന്നങ്ങളെ കുരുത്തക്കേട്, തട്ടും ബഹയ എന്ന് പറയുന്നത് അല്ല ചോദിക്കുകയാണ്. നിങ്ങൾ അവരെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കണോ? നിങ്ങൾക്ക് അല്ല പോരെ? അത് അല്ല ചോദിച്ചതാ. ഇനി ഞാൻ ചോദിക്കണം, അല്ല പോരെ എന്ന് അല്ല ചോദിക്കുമ്പോ ഏത് കാര്യത്തിലാണത്? ഒരടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കണേ ഏത് കാര്യത്തിലാണ്? ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറാട്ടയും ചായയും കൊണ്ട് അറിയും, അത് അള്ളാഹിനോട് ചോദിക്കണ ചോദ്യ? അള്ളാഹിനോട് ആരെങ്കിലും പൊറാട്ടയും ചായയും ചോദിക്കലുണ്ടോ? എന്താണ് ആ പറയുന്നത്? അതാർക്കും അറിഞ്ഞുകൂടാത്തത്? ഏത് മനുഷ്യർക്ക് അത് മനസ്സിലാത്തത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫൈസൽ മലയൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ ചില ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാവൂദ് നബിയുടെ കയ്യിൽ ഇരുമ്പ് വന്നാൽ അതിങ്ങനെ പശിമയുള്ളതായി മാറും. അതാണ് അദ്ദേഹത്തിലൂടെ അള്ളാഹ് പ്രകടിപ്പിച്ച മുഅ്ജിസത്ത്. അതായത് മാവ് കുഴച്ച പോലെ. ആര്? ദാവൂദ് നബിയുടെ കയ്യിൽ. അപ്പോ കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചില്ലേ?
അപ്പൊ ചോദിച്ചുകൂടെ? ഞാൻ അവരോട് പറഞ്ഞു, കാര്യകാരണ ബന്ധത്തിന് അതീതായി അവിടെ ഒന്നുമില്ല. സാധാരണ ചോദ്യം എന്താ? ഇരുമ്പ് കൊണ്ട് കുടാൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കൊല്ലനോട് നമ്മൾ എന്ത് പറയും? കുടാൾ ഉണ്ടാക്കിത്താൻ. പടയങ്കി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളോട് നമ്മൾ പടയങ്കി ഉണ്ടാക്കിത്താൻ. അതേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഭൗതികമായ ഒരു കാര്യമാണ് അവർ ചോദിച്ചത്. അതിൽ ഇരുമ്പ് ദാവൂദ് നബിയുടെ കയ്യിലെത്തിയാൽ അത് പശിമുള്ളതാവും. ഇനി അതേ കാര്യമാണ് അവർ ചോദിച്ചതെങ്കിൽ ആ പശിമയുള്ള സംഗതി കൊണ്ട് കത്തി ഉണ്ടാക്കാൻ കഴിയോ? നിങ്ങൾ ചിന്തിക്ക്, പടയങ്കി ഉണ്ടാക്കാൻ കഴിയോ? അതായത് ദാവൂദ് നബിയുടെ കയ്യിൽ പരിക്കനായ ഒരു കമ്പി കിട്ടിയാൽ അത് വെറുതെ ഇങ്ങനെ വളച്ചാൾ വളയും, അതിങ്ങനെ ചുറ്റിയാൽ അങ്ങനെ ചുറ്റും, അത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഉണ്ടയാവും, എന്തും ആവും. പക്ഷെ അവര് ചോദിക്കുന്നത് എന്തല്ല, ആ കഴിവ് ഞങ്ങൾക്ക് തരണം എന്നല്ല, നിങ്ങളാ കാണിക്കുന്ന വിദ്യ ഞങ്ങൾക്ക് തരണം എന്നല്ല. ഇനി ആ സംഗതി എന്നെയാണ് ചോദിക്കുന്നതായിരിക്കുക എങ്കിൽ അത് കമ്പിയാകാൻ പാടില്ല, അത് പടയങ്കിയാകാൻ പാടില്ല. കാരണം മാവ് കുഴച്ച പോലെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല അവർ ചോദിച്ചേ. നേരെ മറിച്ച് അതുപയോഗിച്ച് കമ്പി ഉണ്ടാക്കാൻ, അതുപയോഗിച്ചുകൊണ്ട് വാളുണ്ടാക്കാൻ, അതുപയോഗിച്ചുകൊണ്ട് പടയണ്ടി ഉണ്ടാക്കാൻ ഏതൊരു കൊല്ലനും കഴിയുന്ന കഴിവ് അത് ദാവൂദ് നബിക്ക് കൊടുത്തു. പക്ഷെ ദാവൂദ് നബിക്ക് മാത്രം മറ്റാർക്കില്ലാത്ത കഴിവ് എന്തേ? ആ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് വന്നാൽ അത് പശുമുള്ളതായി തീരും. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പൊ കേരള സർക്കാരുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ് AP ഉസ്താദ്, എല്ലാവർക്കും അറിയാവുന്ന പരസ്യ എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ കുറെ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 3000-ഓ 4000-ഓ കോടിയാണ് കാസർഗോഡ് ഒരു പാലം ഉണ്ടാക്കാൻ. 4000 കോടി. എത്ര വലിയ ലെങ്ത് കമ്പിയാണ് അവിടെ കൊണ്ടുവരുന്നത്. ദാവൂദ് നബി മരിച്ചതിന് ശേഷം ആ മുജത്ത് നിന്ന് ചോദിക്കാമെങ്കിൽ കാന്തപുരം ഉസ്താദിന് എന്ത് ചെയ്യാ? സർക്കാരിനോട് പിണറായി വിജയനോട്, നിങ്ങൾ ബേജാറുണ്ട, കമ്പി എന്റെ വക, കമ്പിന്റെ വക. ദാവൂദ് നബിക്ക് അള്ള കൊടുത്ത മുജത്ത് നിന്ന് കമ്പി കൊണ്ടുവരും. ഞങ്ങൾ ലോറി കണക്ക് ഇതേടുന്ന കമ്പി TMT കമ്പിയല്ല, കൈരളി കമ്പിയല്ല, PK സ്റ്റീൽസ് അല്ല, ദാവൂദ് കമ്പി. ഒരു നബീന്റെ പേരിൽ ഇതാ കമ്പി എല്ലാ കെട്ടിടത്തിനും നോളർ സിറ്റി ഉണ്ടാക്കാൻ അങ്ങനെ കിട്ടുമോ? ഞാൻ ചോദിക്കുന്ന, അവിടുത്തെ ജനങ്ങൾ വന്നിട്ട് ദാവൂദ് നബി ജീവിച്ചിരിക്കുമ്പോ അല്ല അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾക്ക് പടയങ്കി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ശരി, ദാവൂദ് നബി മരിച്ചതിന് ശേഷം ഈ ആയത്ത് പഠിപ്പിച്ച 34-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഈ അത്ഭുതം പഠിപ്പിച്ച റസൂലുള്ളാഹി പറഞ്ഞോ രസൂൽ നബിയോട് കെട്ടിടം ഉണ്ടാക്കാൻ കമ്പി വയ്ക്കാൻ വേണ്ട? ബദർ യുദ്ധത്തിൽ ആയുധം വളരെ കുറവായിരുന്നു നബിയുടെ കയ്യിൽ. ദാവൂദ് നബിയോട് ചോദിച്ചാൽ പോരെ, കുറച്ച് ആയുധം കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. നമ്മൾ തമ്മിലുള്ള തർക്കം എന്താ? ഈ KP മുജാഹിദുകളും തമ്മിലുള്ള തർക്കം എന്താ? മരിച്ചുപോയ മഹാന്മാരോട് കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി നിങ്ങൾ അല്ലാഹുവോട് തേടുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് തേടുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഇതാണ് കാതലായ വശം. മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലം ഒരു പാറ കടിക്കാൻ പറഞ്ഞു അല്ലാഹ്. അതിൽ നിന്ന് 12 ഉറവകൾ. ആ ഉറവ ഉണ്ടാക്കിയത് മൂസാ അലൈഹിസ്സലാം അല്ല. അടിക്കുക എന്നത് മാത്രം അദ്ദേഹം ചെയ്യണത്. അടിച്ചിട്ട് പാറയെ 12 ഉറവയാക്കിയത് പടച്ചറപ്പാണ്. ആ വെള്ളം ഒഴുക്കിയത് പടച്ചറപ്പാണ്. ആ വെള്ളം ഭൗതികമാണ്. ആ വെള്ളം ഉപയോഗിക്കുന്നത് ജനങ്ങളാണ്. ഒരു തെറ്റുല്ലയിൽ. നേരെ മറിച്ച് മൂസാ അലൈഹിസ്സലാം മരിച്ചിട്ട് മൂസാ നബിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം വന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് വെള്ളം തരുമെന്നുണ്ട് മുഹമ്മദ് നബി ഇങ്ങനെ വിരല് നീട്ടിയിട്ട് വെള്ളം കൊടുത്തോ? സഹാബത്ത് വരൾച്ച നേരിട്ടു. നബി കബറും പുറത്തുനിന്ന് കൈ പുറത്തോട്ടിട്ട് വിരലിൽ കൂടെ വെള്ളം വന്നോ? ചോദ്യമാണ്. ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ചോദ്യമാണ്. അവർ ജീവിതകാലത്ത് ഒരാൾക്ക് കൊടുത്ത കഴിവെന്ന് ചോദിക്കും. ഒരു പ്രശ്നം അതിൽ ഇസ്ലാം കാണുന്നില്ല, ഇസ്ലാം അതിൽ കാണുന്നില്ല. നേരെ മറിച്ച് മരിച്ചതിന് ശേഷം അവർ ചോദിച്ചോ? മിമ്പറിൽ ഖുത്ബ നടത്തുന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അവർക്ക് മഴ കിട്ടി, നമുക്കെതിരില്ല. മുജാഹിദുകൾക്കിടയിലോ സമസ്തക്കിടയിലോ എതിരഭിപ്രായമേ ഇല്ല. ഉണ്ടോ? ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം നമ്മൾ തമ്മിലില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നുറപ്പുള്ള ഒരാളോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അയാളെടുത്ത് പോയി പറയുന്നതിൽ നമുക്ക് കുറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ ഞങ്ങളുടെ നാട്ടിലെ മഴയില്ല, വരൾച്ചയാണ്, നാക്കാലികൾ വരെ ചത്തൊടുങ്ങി, കൃഷിയിടങ്ങൾ ഉണങ്ങിപ്പോയി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം. നമുക്കിടയിൽ തർക്കമില്ല. നേരെ മറിച്ച് എന്തിനാ അയാൾ റസൂലിന്റെ അടുത്ത് വന്നത്? അയാളെ നാട്ടിൽ നിന്ന് വിളിച്ചപ്പോരായിരുന്നു റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അങ്ങനെ ഉണ്ടായില്ല. ബഗ്ദാദിൽ കിടക്കുന്ന മൊയ്തീൻ ശൈഖിനെ നിങ്ങൾ ഇവിടെ വെച്ച് മുള്ളംപാറയിൽ വെച്ച് വിളിക്കുന്നു. അതിന്റെ മതം എന്താണ്? ഏത് ഖുർആനിന്റെ വചനമാണ്? ഏത് സുന്നത്തിനെ ബേസ് ചെയ്താണ്? ഏത് പ്രമാണത്തെ അവലംബിച്ചാണ്? ഇതാണ് ഞങ്ങളുടെ കാതലായ ചോദ്യം. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്തറിയോ? ശിർക്ക് നിങ്ങൾ ചെയ്യരുത്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭാഗം ഞാൻ എന്നിട്ട് അവസാനിപ്പിക്കും. അതെന്താണ്? അതായത് കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഒന്നാമതായി പറ, അങ്ങനെ ഒരു കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. കൊടുത്ത കഴിവൊന്നും ചോദിച്ചൂടെ? കൊടുത്തിട്ടില്ല, അവിടെ ചോദിക്കുകയും ചെയ്തൂടാ.
അല്ല കൊടുത്തിട്ടില്ല എന്ന് അല്ല പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചുപോയ ഒരു മഹാനും ഒരു മിസ്കാല ദർറത്ത് കഴിവ് കൊടുത്തിട്ടില്ലെന്ന് അല്ല പറയുന്നു. അപ്പൊ നമ്മൾ കൊടുത്തു എന്ന് പറയുന്നത് നുണയല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ തെളിവ്? ഞങ്ങളടുത്ത് തെളിവുണ്ട്, നിങ്ങളടുത്ത് തെളിവില്ല. നിങ്ങളടുത്ത് തെളിവില്ല, കൊടുത്ത കഴിവുണ്ട് എന്നുള്ളതിന് ഒരു തെളിവും നിങ്ങൾക്കില്ല. നിങ്ങൾ നാവുകൊണ്ട് പറയുന്നു. ഇന്ന് വരെ നിങ്ങൾ തെളിവ് ധരിച്ചിട്ടില്ല. ഇന്ന് വരെ. നേരെ മറിച്ച് അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് ഞാൻ തെളിവ് ധരിക്കുന്നത് കേട്ടോളൂ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ ഏതെങ്കിലും ഉസ്താദ് പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സക്കാഫിയോ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്ക്, മുജാഹിദ് ബാലുശ്ശേരി വെക്കുന്ന അർത്ഥം ശരിയാണോ? ചിന്തിക്ക്. ഖുർആനിലെ 34-ാം അധ്യായം, ഖുർആനിലെ 34-ാം അധ്യായം 22-ാമത്തെ വചനം അടിവരട്ടോളണം. സൂറത്ത് സബ. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കും. അതിൽ പറയാണ്, അല്ല പറയാണ്, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരെ വിളിക്കുന്നുവോ, അതാണോ നമ്മുടെ ചർച്ച. അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ഒരു അംബിയായിനെ വിളിക്കുന്നു, ഒരു വലിയനെ നിങ്ങൾ വിളിക്കുന്നു. എന്നിട്ട് അല്ലാഹ് എന്താ പറയണോ? ലാ യംലികൂന മിസ്കാല ദർറ. ഒന്ന് അർത്ഥം വെക്കും മോനെ. ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർക്ക് കഴിവില്ല. മിസ്കാല ദർറ, അണുമണി തൂക്കം കഴിവ് നിങ്ങൾ വിളിക്കുന്ന മഹാന്മാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാഹ് പറയുന്നു, ലാ യംലികൂന മിസ്കാല ദർറ, അണുമണി തൂക്കം, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അണുതൂക്കം കഴിവ് നാം കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നതിനെ കഴിവാ, മരിച്ചാൽ പിന്നെ കഴിവിന് അതിരേല്ല. അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അള്ളാന്റെ ഖുർആനിൽ മനസ്സിലാക്കണം, മിസ്കാല ദർറത്ത് കഴിവില്ലെന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ എങ്ങനെ? ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 13-ാമത്തെ വചനം. അറബികളോടാ പറയുന്നത്. എന്താ അറബികളുടെ വാദം? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കണം, ഈ ആയത്ത് വെറുതെ ഉണ്ടായതല്ല ഖുർആനിൽ. അന്നത്തെ സമസ്ത, അബൂജഹലിന്റെ നേതൃത്വത്തിലെ സമസ്ത, അന്നത്തെ അബൂലഹബിന്റെ നേതൃത്വത്തിലെ സമസ്ത ഒരു കാര്യം വളരെ ഗൗരവമായി വാദിച്ചു. ഞങ്ങൾ ഒരിക്കലും അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ പറയണില്ല. എന്താ അതിന്റെ തെളിവ്? അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ്? നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നാവിന്റെ ബലമാണ്, ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പ്രമാണത്തിന്റെ ബലമാണ്. സുൽത്താനുണ്ട്, ഞങ്ങൾക്ക് തെളിവുണ്ട്, കൃത്യമായ തെളിവ്. സ്വഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്. മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലി റസൂലുള്ളാഹിന്റെ കഅബത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അബൂജഹലും അബൂലഹബും അതുപോലെയുള്ള വലീദ് ഇബ്നു മുഗീറയും ഒക്കെ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ ഒക്കെ അവർ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നത് അറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല അല്ലാഹ്. അത്രയും പറയുമ്പോ എന്താ നടക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുജാഹിദ് ബാലുശ്ശേരി അല്ല, ഫൈസൽ മൗലവി അല്ല, ഹുസൈൻ സൽഫി അല്ല, കെ മൗലവി അല്ല, ഉമർ മൗലവി അല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, ഇബ്നു ഖയ്യിം ജൗസി അല്ല, പിന്നെ ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല എന്ന് പറയുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഇടപെടും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖത് ഖത്. റസൂലുള്ളാഹി അവരോട് പറയാണ്, മതി 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 മതി, ബാക്കി പറയല്ലേ. വൈലക്കും, നിങ്ങൾക്ക് നാശം, ബാക്കി പറയല്ലേ. എന്താണ് അവർ പറഞ്ഞിരുന്ന നാശകരമായ വാക്ക്? ഇന്ന് AK സുന്നികൾ ആ നാശകരമായ വാക്ക് ഒന്നുകൂടി കേട്ടോ. നബി പറയരുതെന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പറയുന്നു. അന്ന് അവർ നബിയെ ധിക്കരിച്ചു പറഞ്ഞ പോലെ, അബൂജഹൽ ധിക്കരിച്ചു പറഞ്ഞ പോലെ, വലീദ് ഇബ്നു മുഗീറ ധിക്കരിച്ചു പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാശം എന്ന് നബി പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഇപ്പോഴും പറയുന്നു. അതെന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്ക് ഒരു തരത്തിലുള്ള കൂറുകാരുണ്ട്. ആ കൂറുകാരുടെ പ്രത്യേകത എന്താ? അവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് മുഴുവൻ നീ കൊടുത്തതാണ്. നോക്കൂ, അബൂജഹൽ എന്താ പറയുന്നത്? അബൂബക്കർ എന്താ പറയുന്നത്? അല്ലാഹുവേ, നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവും അവർക്കില്ല റബ്ബേ. നീ കൊടുത്ത കഴിവ് അവർക്ക് സ്വയം പര്യാപ്തതല്ല. അവരൊരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നീ കൊടുത്ത കഴിവുകൊണ്ടല്ലാതെ. ഇനി വേറൊരു സത്യം പറഞ്ഞിട്ടെ നിങ്ങളോട്. ഈ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഭാസ്കരൻ, സുരേന്ദ്രൻ, ദേവൻ, നരേന്ദ്രമോദി, ഈ നാട്ടിലെ ഹൈന്ദവര്, ഓരോ വിശ്വാസം എന്താ അറിയാം നിങ്ങൾക്ക്? ഓരോ വിശ്വാസം നമ്മളല്ല പറയേണ്ടത്, പറയുന്നത്. എന്തോ ഒരു വിശ്വാസം? ഹിന്ദുധർമ്മ പരിചയം എന്നിട്ട് ഒരു പുസ്തകമുണ്ട്, ഹിന്ദുധർമ്മ പരിചയം. ആ പുസ്തകത്തിന്റെ 48-ാമത്തെ ചാപ്റ്റർ 121-ാമത്തെ പേജിൽ എന്താണ് അറിയുന്നത്? ഒരു ദേവിക്കോ ദേവനോ സ്വന്തമായ ഒരു കഴിവുമില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പടച്ചോൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. ഒരു ഹൈന്ദവ പുസ്തകത്തിൽ എഴുതിയ വാചകാണ്. ശ്രീരാമ മഠം, പുറനാട്ടുകര, തൃശൂർ. ആ പുസ്തകം ഒന്നോ പലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒന്നോ പലതോ അദ്ദേഹത്തിന്റെ പേര് തന്നെ.
അതിലാ പറയുന്നത് എന്ത്? ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിലാ പറയുന്നത് എന്ത്? ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ആ ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നു, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസവും ഇന്ത്യയിലെ ഹൈന്ദവര വിശ്വാസവും സമസ്തയുടെ വിശ്വാസവും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ ഇനി ഞാൻ എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരേണ്ടത്? പറയൂ, നിങ്ങൾ പറയൂ. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രസംഗം ചെയ്യുന്നത്, വളച്ചുകെട്ടില്ലാതെ. ഇവിടെയുള്ള സുരേന്ദ്രൻ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് ഇവിടുത്തെ ഒരു വലിയ ഉസ്താദ്. മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരുന്ന, അനേക റാങ്കുകൾ നേടിയ, പണ്ഡിതനായ, അല്ലെ, സനദ്ദാനം ഏറ്റുവാങ്ങിയ സഖാഫിമാരും ഫൈസിമാരും ഇവിടെയുള്ള ബാലകൃഷ്ണന്റെ വിശ്വാസമാണ് അവന്റെ വിശ്വാസമെങ്കിൽ പറയൂ, എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? അപ്പൊ അള്ളാഹു, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചു, ഒരായത്ത് ഉദ്ധരിച്ചു. എന്താ അവരുടെ വിശ്വാസം? അള്ള കൊടുത്ത കഴിവ്. അള്ള എന്താ പറയുന്നത്? അത് ഈ വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ടാണ് അള്ള എന്ന് പറഞ്ഞത്. അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. അങ്ങനെ കൊടുത്തിട്ട് അതേ വിശ്വാസമുള്ള സമസ്തക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സലഫികൾ പറയുന്നു, ഈ വിശ്വാസം ശരിയല്ല. മനസ്സിലായോ? എന്താ വ്യത്യാസം? മനസ്സിലായോ? ശരിക്കും പഠിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ അവരോട് പറയുന്നത് എന്താണ്? സമസ്തക്കാരോട് അന്ന് നബി അബൂജഹലിനോട് പറഞ്ഞ എന്താ? അള്ള കൊടുത്ത കഴിവെന്നാ ചോദിക്കണത് എന്നുള്ള നിങ്ങളുടെ വിശ്വാസം ശിർക്കാണ്, ശരിയല്ല, അങ്ങനെ ഒരു കഴിവ് അള്ള കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, അബൂജഹലിന്റെ വിശ്വാസം അള്ള കൊടുത്ത കഴിവെന്നാ തേടുന്നതെങ്കിൽ ആ വിശ്വാസം ശരിയല്ല എന്ന് 4 ആയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ആയത്ത് തന്നെയല്ലേ ഇന്ന് നമുക്ക് സമസ്തക്കാരോട് ഓതാനുള്ളത്? അല്ലേ? നിങ്ങൾ ചിന്തിക്ക്. മദ്യപിക്കരുത് എന്ന് അക്കാലക്കാരോട് പറഞ്ഞാൽ ഇക്കാലക്കാരോടും ആ ആയത്ത് തന്നെയല്ലേ പറയാം. അപ്പൊ അവർ ചോദിക്കാണ്, അത് മക്കയിൽ ഇറങ്ങിയ ആയത്തല്ലേ? അത് മക്കാ മുശ്രിക്ക്. ശരി, മക്കയിലും മദീനയിലല്ലാതെ ഇവിടെ മുക്കത്തോ ഈ പറഞ്ഞ ഈ സ്ഥലത്തോ വേറെ എവിടെയെങ്കിലും ഖുർആൻ വചനം ഇറങ്ങിയിട്ടുണ്ടോ? മഞ്ചേരി ഇറങ്ങിയ ഖുർആനിക വചനം, ബാലുശ്ശേരിയിൽ ഇറങ്ങിയ 5 ഖുർആനിക വചനങ്ങൾ, അങ്ങനെ ഉണ്ടോ? ഇല്ല. മക്കയിലും മദീനത്ത് തന്നെ ഇറങ്ങി, ഈ 2 സ്ഥലത്ത് ഇറങ്ങി. ലോകത്ത് മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ ആയത്തുകൾ ബാധകമാണ്. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ഖുർആനിക വചനം, കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان مهدورا. 17 അധ്യായം 56-57 വചനം. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അല്ലാഹുവിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ആ ആളുകൾ തന്നെ അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. അവർ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. അതിലൊരു വാചകം എന്താ അറിയുന്നത്? നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല. ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് എത്ര കൃത്യമാണ് കൂട്ടരെ. ഞാൻ ചോദിക്കുന്ന സമസ്തക്കാര് ഖുർആൻ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? EKP സുന്നിയുടെ ഹിഫ്ള് സെന്റർ എന്തിനു തുടങ്ങിയതാ? ആ ഹിഫ്ള് സെന്ററിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന 17 അധ്യായത്തിന്റെ 56-57 വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയാണ്. എന്ത് പറയാണ്? ഒരു ഉപദ്രവം നീക്കാനോ നിങ്ങൾക്കൊരു ഉപകാരം തരാനോ ഉള്ള കഴിവ് ഒരു മരിച്ചുപോയ നബിക്കോ ഒരു വലിയനോ ഇല്ല എന്ന് അല്ലാഹ് തീർത്തു പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ എത്ര വലിയ ആക്രമികളാണ്. തീർന്നില്ല. അടുത്ത വാചകം വല്ലാത്തൊരു വാചകം, 35-13. അതെന്താ? യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മ ദാലികും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ മാ യംലികൂന മിൻ കിത്മീർ. അറബികൾക്ക് ഇത്രമേൽ പരിചയമുള്ളൊന്ന് ഈത്തപ്പഴം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നതറിയോ? ഈത്തപ്പഴത്തിന്റെ ഉള്ളിലെ കുരു, ആ കുരു എടുത്താൽ അതിന്റെ മേലെ വെളുത്തിട്ടൊരു പാട കാണാം. യംലികൂന മിൻ കിത്മീർ. കിത്മീർ, ആ ഈത്തപ്പന കുരുവിന്റെ പാട പോലും നിങ്ങൾ വിളിക്കുന്ന മരിച്ചുപോയ മഹാന്മാര് അധീനപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടല്ലേ നിങ്ങളെ ജീവിതത്തിൽ കുട്ടികളെ തരുന്നത്, നിങ്ങളെ രോഗം മാറ്റുന്നത്, നിങ്ങളുടെ അവസ്ഥക്ക് ഭേദം വരുത്തുന്നത്? അതുണ്ടാവൂല എന്നല്ല തീർത്തു പറഞ്ഞപ്പോ ഈ ഖുർആൻ വായിക്കുന്ന സലഫികൾക്ക്, ഈ ഖുർആൻ വായിക്കുന്ന മുജാഹിദുകൾക്ക് സമസ്തയിലെ മെമ്പറാകാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ട്? അബൂജഹലിന്റെ വിശ്വാസം പേറി നാളെ നരകത്ത് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ചിന്തിക്കുക. ഇനി എന്തിന്? ഒറ്റ സംഭവം പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കട്ടായമായി പറഞ്ഞൊരു വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസം പല ഗ്രൂപ്പ് കയറി പ്രതികരിച്ചപ്പോൾ കമാ എന്നൊരക്ഷരം മിണ്ടാൻ APK സുന്നികൾക്ക് സാധിക്കാതെ പോയൊരു കാര്യം, അതൊന്ന് ശ്രദ്ധിച്ചു. ഒരു 5 മിനിറ്റ് ഞാൻ അതിന് സമയം എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഖുർആനിലെ 39 അധ്യായം
60 മുതൽ 65 വരെയുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഖുർആനിലെ 31-ാം അധ്യായം 32-ാമത്തെ വചനം വായിച്ചു നോക്കിക്കേ. മക്കയിലെ മുശ്രിക്കുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കടലിൽ കപ്പൽ ആടി ഉലയ. കാറ്റ് വന്നു, മഴ വന്നു, മേഘം വന്നു, വമ്പിച്ചൊരു പ്രളയം വന്നു. ആ കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് മുങ്ങും എന്നൊരവസ്ഥ വന്നാൽ, ശരിക്കും കേട്ടോളൂ, അള്ളയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സെലഫിയുടെ വാക്കല്ല, ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കലല്ല, മനസ്സ് തട്ടി ഞാൻ പറയാണ്, പടച്ചോൻ പറയാണ്, കീഴ്വണക്കം നിഷ്കളങ്കമായി. ഈ പോയിന്റ് മുജാഹിദുകളും ശരിക്കും ഓർത്തോളി. യാതൊരു കറയുമില്ലാതെ അബൂജഹലിനെ കുറിച്ചാ പറയുന്നത്, അബൂലഹബിനെ കുറിച്ചാ പറയുന്നത്, വലീദ് മുഗീറയെ കുറിച്ചാ പറയുന്നത്. എന്താ പറയുന്നത്? നിഷ്കളങ്കമായി പടച്ചോനെ മാത്രം കടലിൽ വെച്ചവർ വിളിച്ചു. ശരിക്ക് ചിന്തിക്കേണ്ട പോയിന്റാണ്. 5 മിനിറ്റിന് ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. ശരിക്ക് ചിന്തിച്ചു നോക്കിക്കേ. കടലിൽ വെച്ച് കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയുമ്പോ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസ, ഉസൈർ, മറിയം തുടങ്ങി മുഴുവൻ അമ്പിയാക്കളെയും മുഴുവൻ ഔലിയാക്കളെ അവർ ഡിലീറ്റ് ചെയ്തു. എവിടെ വെച്ച്? കടലിൽ വെച്ച്. അവരാരെയും അവർ ഓർത്തില്ല. പകരം അവരുടെ ഹൃദയത്തിൽ അവർ ആരെ പ്രതിഷ്ഠിച്ചു? അള്ളാഹുവിനെ കൊണ്ടുവന്നു. എങ്ങനെ? യാതൊരു കാപട്യവുമില്ലാതെ നിഷ്കളങ്കമായി. എന്നിട്ട് അവിടെ വെച്ചവർ റബ്ബിനോട് പറയാണ്, ഈ പ്രതിസന്ധിയിൽ ഈ പ്രതിസന്ധിയിൽ നാഥ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എന്നിട്ട് അള്ളാഹ് പറയാണ്, മാഷാ അല്ലാഹ്, ഇതാണ് മനുഷ്യരെ ഞാൻ പഠിപ്പിച്ച തൗഹീദ്. ഇനി പറയുന്ന പോയിന്റ് ശരിക്കടി വരട്ടോ. ഇതാണ് മനുഷ്യരെ ഞാൻ പറയുന്ന തൗഹീദ്. പക്ഷെ നിങ്ങൾക്കൊരു തകരാറുണ്ട്. എന്താണ് തകരാറ്? അടുത്ത വാചകത്തിൽ അള്ളാഹ് പറയാണ്, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലെത്തിയാൽ നിങ്ങളതാ വിളിക്കണം മൊയ്തീൻ ശേഖനെ, നിങ്ങളതാ വിളിക്കണം മമ്പറന്തങ്ങളെ, നിങ്ങളതാ വിളിക്കണം സി എം മടവൂരിനെ. ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്ന് നോക്കൂ, കടലിൽ വെച്ച് നിങ്ങൾ അള്ളാനെ മാത്രം വിളിച്ചില്ലേ, ഈ വിളി നിങ്ങൾ കരയിലും വെച്ച് നടത്തിയാൽ യഥാർത്ഥ തൗഹീദായി, യഥാർത്ഥ ഇസ്ലാമായി. അള്ളയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സ് തട്ടി നിങ്ങളോട് പറഞ്ഞോട്ടെ, കടലിൽ വെച്ച് റബ്ബിനെ മാത്രം വിളിച്ചപ്പോ അള്ളാഹ് എന്താ പറയുന്നത്? ഇതാണ് തൗഹീദ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്താൽ മതി. ഇതേ റബ്ബിനെ കരയെന്നും നിങ്ങൾ വിളിച്ചാൽ മതി, എങ്കിൽ നിങ്ങൾ പക്ക മുസ്ലിങ്ങളായി. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ്? കടലിൽ വെച്ച് നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആകുന്നു, കരയിൽ വെച്ച് നിങ്ങൾ അള്ളാന്റെ കൂടെ മഹാന്മാരെ വിളിക്കുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള ശിർക്ക്. സുഹൃത്തുക്കളെ, ഇതിങ്ങോട്ട് വേർതിരിയുന്നതോടുകൂടെ കാര്യം ഗംഭീരായി. ഇനി കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താ? അബൂജഹലിനേക്കാൾ ഈമാൻ കുറഞ്ഞ, അബൂലഹബിനേക്കാൾ ഈമാൻ കുറഞ്ഞ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ആളുടെ പേര് ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങൾ. ആരാണ്, എന്താണ്? നിങ്ങൾ കൂട്ടിയാൽ മതി. മൂപ്പര് കപ്പലിൽ യാത്ര ചെയ്യാൻ. എന്നിട്ട് ഖലീൽ തങ്ങൾ പറയണ, ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മരണം അതാ മുന്നിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, മരണം മുന്നിൽ കാണുന്നു, ഇനി ഒരു രക്ഷയുമില്ല എന്നുറപ്പായി. എന്നിട്ട് പറയാണ്, അപ്പോഴൊക്കെയും വിളിച്ചത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ, മൂപ്പർ ഉപയോഗിച്ച പദം അതുപോലെ ഉപയോഗിക്കാൻ ഞാൻ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട. അബൂജഹൽ കടലിലാവുമ്പോ എങ്ങനെയായിരുന്നു? അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ ഒരു നബിക്കും ഒരു വലിയനും കഴിയില്ല എന്നായിരുന്നു ആര് പറഞ്ഞത്? അബൂജഹൽ കടലിൽ വെച്ച് പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? പക്കാ തൗഹീദ്. എന്നാൽ ഖലീൽ തങ്ങൾ കടലിൽ വെച്ചിട്ട് എന്താ പറയുന്നത്? അതായത് ഒന്നുകൂടി പറയാം. അതായത് അബൂജഹൽ അവിടെ വെച്ചിട്ട് എല്ലാ അമ്പിയാക്കളെയും ഡിലീറ്റ് ചെയ്തു, എല്ലാ ഔലിയാക്കളെയും ഡിലീറ്റ് ചെയ്തു. അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവൊന്നും ബാധിച്ചില്ല, അവർക്കൊരു കഴിവില്ല എന്ന് വിശ്വസിച്ചു. ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ് അബൂജഹൽ അംഗീകരിച്ചു. എവിടെ വെച്ചിട്ട്? കടലിൽ. നമ്മുടെ ഖലീൽ തങ്ങളുടെ അവസ്ഥ എന്താ? കടലിലും അല്ലല്ല, കരയിലും അല്ലല്ല. പറയൂ, അബൂജഹലിനാണോ ഈമാന്? ഖലീൽ തങ്ങൾക്കാണോ? ഞാൻ പറയുന്നു, അബൂജഹലിന്റെ ഈമാനിന്റെ അടുത്തേക്ക് ഖലീൽ തങ്ങളില്ല. ഖലീൽ തങ്ങൾ ഇവിടെ നിൽക്കുന്നു, അബൂജഹൽ ഇവിടെ നിൽക്കുന്നു. അബൂജഹലിന്റെ ഈമാൻ പോലും ഇസ്ലാമിൽ സ്വീകാര്യമല്ല, എങ്കിൽ ഖലീൽ തങ്ങൾ സ്വീകാര്യവോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തലച്ചോറ് കല്ലിലിട്ട് അങ്ങ് അടിച്ച് തെറിപ്പിച്ച് കളി. ആ തലച്ചോറും വെച്ച് ജീവിക്കേ വേണ്ട. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഏത്? കടലിൽ വെച്ച് റബ്ബിനോട് വിളിച്ച അബൂജഹലിനെ അള്ളാഹ് പ്രശംസിച്ചു. നിങ്ങളോ കടലിലും അള്ളാനെ വിട്ടു, കരയിലും അള്ളാനെ വിട്ടു. നിങ്ങളുടെ മതം ഏതാണ് എന്ന് ഞാൻ വെറുതെ ചോദിക്കല്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചെന്തുകൊണ്ടാ? അതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചൂടെ? നോർഡൻ സിറ്റിയുടെ പ്രശ്നത്തിൽ ഞാൻ വിളിച്ചത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, പ്രതിബന്ധമുണ്ടായപ്പോൾ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. പറയൂ, അബൂജഹലിന് പോലുമില്ലാത്ത ഈ പിഴവ് നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു? ഇത് തിരുത്താനാണ് തസ്ബിയ സമ്മേളനം.
സത്യസന്ധമായി. ഇത് പഠിപ്പിക്കാനാണ് തസ്ബീഹ സമ്മേളനം. കരയിലുമില്ല. ഇക്രിം എന്താ ചോദിച്ചത്? കടലിൽ വെച്ച് കാറ്റും കൊടുമെന്നപ്പോ കപ്പിത്താൻ പറഞ്ഞു പടച്ചോനെ മാത്രം വിളിച്ചാൽ മതി. അപ്പൊ അബൂജഹലിന്റെ മകൻ ഇക്രിമ ചോദിക്കാണ്, ഇവിടെ ആരും വരൂലേ? വലിയകളൊന്നും ഔലിയാക്കളൊന്നും അമ്പിയാക്കളൊന്നും വരൂല്ല, ഇവിടെ അല്ലാഹുക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഇക്രിമ പറയുന്നത് എന്താ അറിയോ? കടലിൽ അല്ലാഹുവെ രക്ഷപ്പെടുത്താൻ കഴിയൂ, എന്നാ പിന്നെ കരയിലും ഇത്ര തന്നെ പ്രയാസമില്ലാത്ത കരയില് ആ റബ്ബ് പോരെ. അതുകൊണ്ട് ഞാൻ കരയിലെത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ വഹാബിസം സ്വീകരിക്കും, ഞാൻ സമസ്ത കൂടാരം വിടും. ഇത് കേട്ടിട്ട് സമസ്തയെ തുടരുകയാണോ? ഹിദായത്തിന്റെ സമയമായിട്ടുണ്ടാവൂല എന്ന് മാത്രം കരുതാൻ ഞങ്ങൾ ദുആ ചെയ്തു. ശരി, അടുത്തത്. ഇനി അടുത്ത ഭാഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുണ്ടാകുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. അത് സലാത്ത് മജ്ലിസ് ആയിരുന്നാലും പുതിയ സംഗതികളായിരുന്നാലും മജ്ലിസുന്നൂറായിരുന്നാലും ഇതെല്ലാം മുട്ടിന് ഇങ്ങനെ മുളയ്ക്കാണ്. കാരണം അതൊക്കെ നല്ല വരുമാനമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിട്ട് അവിടെ മണിക്കൂറുകളോളം ഇരുന്ന് ഭക്തിസാന്ദ്രമായ ഇങ്ങനൊരവസ്ഥ റസൂലിന്റെ കാലത്തില്ല. അവർ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അവർ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അവർ ഈ രൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും കൂനി മുളയ്ക്കുന്ന പോലെയാണ് ഓരോ മജ്ലിസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ വരെ ആലോചിച്ച് നോക്ക്. ഒരു വിവരവും ഇല്ലാത്ത തങ്ങന്മാര് അവരെന്നെ പറഞ്ഞു ഖുർആൻ നോക്കിയെന്നെ ഓതാൻ അറിഞ്ഞൂടെ എനിക്ക്. എന്നിട്ടോ അള്ള ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച പണ്ഡിതനായിട്ട് കൊണ്ടുനടക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില തങ്ങന്മാരെ കൊണ്ടുനടക്കുന്നത് ആറ്റക്കോയ തങ്ങൾ അയാൾക്ക് ഖുർആൻ തന്നെ അറിഞ്ഞൂടാ, നോക്കി ഓതാൻ പോലും അറിഞ്ഞൂടാ. എന്നിട്ട് എത്ര സ്ത്രീകളാണ് അതിന്റെ പിന്നാലെ പോണത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തോ ഒരു അബദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്താ കൊണ്ടെന്ന് അങ്ങനെ സ്വീകരിച്ചോളി, അള്ളാഹുവിന്റെ റസൂൽ വിലക്കി നിങ്ങൾ ഉപേക്ഷിച്ചോളി എന്ന് ഖുർആൻ 59-ാം അധ്യായം 7-ാമത്തെ വചനം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുർആന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 31-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത് നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ പിന്തുടരണം. നബിയെ പറയുക, നിങ്ങൾ എന്നെ പിന്തുടരുക. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹ് നിങ്ങളെ പാപം പുറത്തു തരും. അപ്പൊ എത്ര കണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിടത്ത് നമ്മൾ നിൽക്കുന്നുവോ അത്ര കണ്ടാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുക, അത്ര കണ്ടാണ് അല്ലാഹ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക. അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹ് പറയാണ്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലകാവീൽ ലഅഖദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ. ഖുർആനിലെ 69-ാം അധ്യായം 44, 45, 46, 47 വചനം. ഈ വചനം ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഉദ്ധരിച്ചപ്പോ ഇങ്ങനെ ഒരു ഖുർആനിക വചനം തന്നെ ഇല്ല എന്ന് ഉസ്താദുമാർ വാദിച്ചു കളഞ്ഞു. കാരണം ഓല വയറ്റപ്പഴപ്പിന്റെ അടിയാ ഈ ഖുർആന്റെ വചനം. എന്താ ഖുർആന്റെ വചനം? വലൗ തഖവ്വല അലൈനാ ബഅദൽ ലകാവീൽ, അല്ലാഹുവിന്റെ റസൂൽ അള്ളാന്റെ പേരിൽ ഒരൊറ്റ വാചകം കടത്തിക്കൂട്ടിയാൽ, ഒരൊറ്റ വചനം അള്ളാന്റെ പേരിൽ, ഒരു വാക്ക് അള്ളാന്റെ പേരിൽ റസൂൽ സ്വയം കടത്തിക്കൂട്ടിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹ് പറയാണ് അള്ളാന്റെ വലത് കൈ കൊണ്ട് റസൂലുള്ളാഹിനെ പിടിക്കും. സുമ്മ ലഖതഅനാ, നാം അദ്ദേഹത്തിന്റെ കൊരവള്ളി പൊട്ടിച്ചു കളയും, മുറിച്ചു കളയും, ജീവനാടി മുറിച്ചു കളയും. എന്റെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. 69-ാം അധ്യായം 44-47. എന്താ വചനം? അള്ളാന്റെ പേരിൽ ഒരൊറ്റ വചനം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൊരവള്ളി പൊട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ വാചകം അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല, ഉറപ്പായി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ ഒരു ദിക്ർ പഠിപ്പിച്ചു. വബി നബിയിക്കല്ലദീ അർസൽത എന്ന ഭാഗം. ഇത് സ്വഹാബിയെ പഠിപ്പിച്ചു. അയാൾ ഏറ്റ് ചെല്ലിയപ്പോ എന്താക്കി? വബി നബിയിക്കല്ലദീ അർസൽത എന്നിടത്ത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നാക്കി. പുതിയ സലാത്തും പുതിയ ഓരോ ആഘോഷങ്ങളും പുതിയ ഓരോ രൂപവും ഒക്കെ കൊണ്ടുവരുന്നവർ ആലോചിക്കുക കേട്ടോ. പലതും നിങ്ങൾ കൊണ്ടുവരുന്നു, അതിനൊക്കെ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് വബി നബിയിക്കല്ലദീ അർസൽത എന്നിടത്ത് സ്വഹാബി വബി റസൂലിക്കല്ലദീ അർസൽത എന്നാക്കിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ എന്താ പഠിപ്പിച്ചേ? വബി നബിയിക്കല്ലദീ അർസൽത, നീ എന്താ എന്നോട് ചൊല്ലിയത്? വബി റസൂൽ. നബി എന്ന പദത്തേക്കാൾ അർത്ഥ പുഷ്കലമാണ്, ആശയ സമ്പുഷ്ടമാണ് റസൂലി എന്ന പദം. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, എന്റെ അടുത്തേക്ക് നോക്ക്. വബി നബിയിക്കല്ലദീ അർസൽത എന്ന നബി അതിങ്ങനെ ഇളക്കി, ആ സ്വഹാബി ഇങ്ങനെ ഇളക്കിയിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് അതിങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് വബി റസൂലിക്കല്ലദീ അർസൽത എന്നിങ്ങനെ കൊണ്ടയാൾ ഫിറ്റ് ചെയ്തു.
ശരിക്കും മനസ്സിലാക്കാനാണ് ഹൃദയത്തിൽ. ആ നബി എന്നുള്ളത് ഇങ്ങനെ ഇളക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് റസൂല് പഠിപ്പിച്ചു കൊടുത്ത അബി നബീക്കാന്ന അവിടെ റസൂലിനാക്കി മാറ്റി. അപ്പൊ അള്ളാന്റെ റസൂൽ മാഷാ അല്ലാ സബാഷ് എന്ന് പറയാ ചെയ്ത് അല്ല, അള്ളാഹുവിന്റെ റസൂൽ വെച്ചു. നിന്നോട് ആര് പറഞ്ഞു റസൂലാക്കാൻ? നമ്മുടെ മഹാനായ പിന്നെ ഫതുഹുൽ ബാരിയുടെ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത് എന്തറിയോ? ജിബ്രീൽ നബിക്ക് കൊണ്ടു കൊടുത്തത് നബി എന്ന വാക്കാണ്. അവിടെ റസൂലാക്കാനുള്ള അവകാശം നമുക്കില്ല. കാരണം എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. 53-ാം അധ്യായം സൂറത്ത് നജ്മിന്റെ 3-4 വചനം. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയൂല. അള്ളാഹ് എന്താണോ വഹി നൽകിയത് അതേ റസൂൽ പറയൂ. അപ്പൊ നബി എന്ന് പറഞ്ഞാൽ അത് റസൂലാക്കാൻ പോലുള്ള അവകാശം അള്ളാന്റെ റസൂലിനില്ല. എങ്കിൽ പുതിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, നാരിയാത്തു സ്വലാത്ത്, മുട്ടിപ്പടി സ്വലാത്ത് എന്തൊക്കെയാണ് അല്ലേ? ഒരു സുന്നത്തിന്റെ സ്ഥാനത്താണ് ഒരു ബിദ്അത്ത്. ഒരു ഗ്ലാസ് വെള്ളം, നിറച്ചു വെള്ളം, അതിലേക്ക് നമ്മളൊരു വിരൽ ഇങ്ങനെ പ്രവേശിപ്പിച്ചാൽ ആ വിരൽ നിൽക്കാൻ ആവശ്യമായ സ്ഥലത്ത് നിന്ന് വെള്ളം പുറത്തോട്ട് പോകും. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നിറഞ്ഞു നിൽക്കുകയാണ് ഇസ്ലാം. ആ സുന്നത്തിന്റെ സ്ഥാനത്ത് ഒരു ബിദ്അത്ത് കൊണ്ടുവച്ചാൽ ആ സ്ഥാനത്ത് നിന്ന് ഒരു സുന്നത്ത് പുറത്തു പോകും. നിങ്ങൾ നോക്കൂ, മലപ്പുറത്തേക്ക് റമദാൻ വരാൻ പോവുകയാണ്. മലപ്പുറത്തേക്ക് സലാത്ത് വാർഷികത്തിന് 25 രാവ് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? പള്ളിയിലെ ഈത്തിഖാഫ് എന്ന സുന്നത്ത് ഇല്ലാതാവും. ചിന്തിക്ക്, ഒരു സുന്നത്തിനെ കൊന്നിട്ടല്ലാതെ ഒരു ബിദ്അത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. തീർച്ചയായും ഒരു ബിദ്അത്ത് കൊണ്ടുവരുമ്പോ അതിനെതിരെ ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, ലാഹിരീന അലൽ ഹഖ്. ഒരു ന്യൂനപക്ഷപ്പെടുന്ന സത്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിന്റെ കൂടെ ഒരു ബിദ്അത്ത് അവർ ചെയ്യില്ല. അപ്പൊ പുത്തൻവാദികളെന്ന് മുജാഹിദികളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാറില്ലേ? ഒരൊറ്റ സുന്നത്തില്ലാത്ത നിങ്ങളാണ് സുന്നത്ത് മാത്രമല്ല മുജാഹിദികളെ പുത്തൻവാദികൾ എന്ന് വിളിക്കുന്നത്. ഏത് കാര്യത്തിലാണ് ഒരു പൂർണ്ണ സുന്നത്തുള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബിദ്അത്ത് ഉണ്ടാവും. ഒന്നെടുക്കുകയാണെങ്കിൽ നബി പഠിപ്പിച്ച പോലെ അല്ല, അത് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച പോലെ. നിങ്ങളെ മനസ്സിൽ തന്നെ ഉള്ളത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. ഞങ്ങൾ ഒന്നെടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂൽ പഠിപ്പിച്ച ഒരു കൈഫിയത്താണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങളുടെ മനസ്സിലോ? നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് ഓർമ്മ വരും. റസൂൽ പഠിപ്പിച്ച പോലെ അന്ധമായ മദ്ഹബി പക്ഷപാതിത്വം ഞങ്ങൾക്കതില്ല. ഞങ്ങളത് തുറന്നു പറയുന്നു. ഞങ്ങൾ എന്താണോ ദീനിലുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കൂഫയിൽ, കൂഫ പള്ളിയിൽ ദിക്ർ ഹൽക്ക നടന്നു. ആ ദിക്ർ ഹൽക്ക നടന്നപ്പോ എന്തേ ഉണ്ടായത്? അബൂ മൂസ അശ്അരി ഇത് കാണുകയാണ്. സുബൈന്റെ മുമ്പ് കൂഫ പള്ളിയിൽ കുറെ ആളുകൾ വട്ടം കുഴി കുഴിച്ചിരിക്കുന്നു. കപ്പിറൂമിയ, ഹല്ലിലൂമിയ, സബ്ബിയൂമിയ എന്നിങ്ങനെ പറയും. എന്നിട്ട് ഒരാൾ അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ഒരു കല്ലക്കുഴിയിൽ വേറൊന്നുമില്ല, സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത്. അബൂ മൂസ അശ്അരി ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് പോവുകയാണ്. എവിടെ? സിനിമാ കഥ പറഞ്ഞല്ല, മദ്യപിച്ചതല്ല, ലുഡോ ബോർഡ് കളിച്ചല്ല, കേരംസ് കളിച്ചല്ല, അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതാ. അതിന് ചൂടായിട്ട് അബൂ മൂസ അശ്അരി പോന്ന്. സുബ്ഹാനല്ലാഹ് കേട്ടിട്ടല്ല ചൂടായത്. പിന്നെ നബി പഠിപ്പിക്കാത്തൊരു കൈഫിയത്ത്, നബി പഠിപ്പിക്കാത്തൊരു എണ്ണം, നബി പഠിപ്പിക്കാത്തൊരു സമയം. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുത്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാ, ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ദിക്ർ ഹൽക്ക നടക്കുന്നുണ്ട്, നബി അങ്ങനെ ഒരു രൂപം പഠിപ്പിച്ചിട്ടില്ല, ഇല്ല, അപകടമാണ് കണ്ടിട്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കാണ്, സുബ്ഹാനല്ലാഹ് അല്ലേ, അൽഹംദുലില്ലാ അല്ലേ, ആയിവിടുത്തേന്നാ? അല്ല, അദ്ദേഹം നല്ല സെൽഫി ആയിരുന്നുകൊണ്ട്, റസൂലിൽ നിന്ന് ദീന് പഠിച്ച ആളായതുകൊണ്ട് അവരുടെ പാപങ്ങൾ അവരോട് എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ ഈ ജാതി ഒരു ബിദ്അത്ത് ചെയ്യുന്നതിന് പകരം? എന്നിട്ട് അദ്ദേഹം ആ ദിക്ർ ഹൽക്ക നടക്കുന്ന ഒരു ടീമിന്റെ അടുത്തേക്ക് അടിച്ചു വന്നു. സലാം പറഞ്ഞു. അവര് സലാം മടക്കി. കാരണം ഒരു ഭയങ്കര ബഹുമാനിക്കുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അപ്പൊ അവരോട് ചോദിച്ചു, യാ ഉമ്മത്ത മുഹമ്മദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കാൻ, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് എങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ പാത്രങ്ങൾ കേടുവന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, അപ്പോഴേക്ക് നിങ്ങൾ പിഴച്ചു പോയല്ലോ. അപ്പൊ ആ ടീം പറയാണ്, ദിക്ർ ഹൽക്കയുടെ ടീം, ഇത് നല്ലതല്ലേ, ഞങ്ങൾ നല്ലതല്ലാത്ത ഉദ്ദേശിച്ചിട്ടില്ല. ചരിത്രം എന്താ പറയണറിയോ? അവരെ മുഖത്ത് ചരൽ വാരി എറിഞ്ഞു എന്നൊരു റിപ്പോർട്ട്, ആ പള്ളി തന്നെ പൊളിച്ചു കളഞ്ഞു എന്ന് വേറൊരു റിപ്പോർട്ട്. മൂന്നാമത്തെ റിപ്പോർട്ട് എന്താ അറിയോ? ഈ അതിവാദക്കാര്, ഈ ബിദ്അത്തുകാര് അവസാനം ഖവാരിജുകളുടെ കൂടെ കൂടി യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കെതിരെ യുദ്ധം നയിച്ചു. ഇതാണ് ബിദ്അത്തിന്റെ ടീം. നിങ്ങൾ നോക്ക്, ഇന്നത്തെ ബിദ്അത്തിന്റെ ടീമിന് ഏറ്റവും ബന്ധം കേന്ദ്രമായിട്ടാണ്. ഇന്നത്തെ ബിദ്അത്തിന്റെ ടീം കണ്ടില്ലേ? നിങ്ങൾ നടന്ന് ഹജ്ജിന് പോയ ചങ്ങായിന്റെ ദുര്യോഗം കണ്ടോ? വെറുതെ ഉണ്ടായതൊന്നും അല്ല അത്. ആര് ബിദ്അത്ത് പുതുതായി ഉണ്ടാക്കിയോ ഓൻ ഇസ്ലാമിന്റെ ശത്രുവിനോട് ചേരുമെന്നത് ഇസ്ലാമിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് അനാവശ്യമായ, ഇല്ലാത്ത, ദീൻ പഠിപ്പിക്കാത്ത അനേക അന്ധവിശ്വാസങ്ങൾ അല്ലേ? എന്നിട്ട് പറയും നബിദിനം 3 നൂറ്റാണ്ട് വരെയില്ല. ഞങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കിയാൽ പോരെ? 3 നൂറ്റാണ്ടിലെ മഹാന്മാരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് ഉപേക്ഷിച്ചാൽ പോരെ? അന്ധവിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുന്നത് എന്തിന്? കുത്താറാത്തീബ് നടത്തുന്നു,
ഇഷ്ടം പോലെ. എന്നിട്ട് പറയണത് ഇതൊക്കെ ദീനാണ്, ദീനിൽ ഇതൊക്കെ ഉണ്ട്, അതിനെ ന്യായീകരിക്കുക. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു, കുത്താറാത്തീപ് നിങ്ങൾ നടത്തിക്കോ, കത്തി ഞാൻ കൊണ്ടുവരും, കുത്ത് ഞാൻ നടത്തും, ഞാനാ കുത്തുക. പക്ഷേ നിങ്ങൾ എഴുതി ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിലെ നിയമം മൂലം മുജാഹിദ് ബാലുശ്ശേരി ഞങ്ങളെ പള്ളമ്മൽ കുത്താറാത്തീപ് നടത്തും, ചത്താൽ പരാതിയില്ല എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. അത് കുത്തുന്ന ശൈലി ഞാൻ കാണിച്ചല്ലോ, അങ്ങനെ കുത്തുക. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ കുത്തുന്ന കണ്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇങ്ങനെ എന്താ ബ്രേക്ക് ഡാൻസാ? ആ മനസ്സിലായി? ഇതെല്ലാം കണ്ടിട്ടും നേരം വെളുക്കാത്തോലേ അല്ലേ? നിങ്ങൾ ആലോചിച്ച്, ഈ തട്ടിപ്പ് മുഴുവൻ ലോകത്ത് കണ്ടിട്ടും നേരം വെളുക്കാത്ത മനുഷ്യന്മാർ. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഈ അന്ധവിശ്വാസം രക്ഷപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ കറക്റ്റ് പല സ്ഥലത്തും നേർച്ച നടന്നു. BP അങ്ങാടിയിലെ നേർച്ച നിങ്ങൾ കണ്ടല്ലോ, ആനയെന്നുള്ളത് എന്തൊക്കെയാണ് അവിടെ നടക്കുക. എന്നിട്ട് അതിനെതിരെ സുന്നി മൊയ്ലിയാന്മാര് നിങ്ങൾ പറഞ്ഞ ഇനി ഓരോ കിട്ടും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഇനി ഓരോട് പറഞ്ഞാൽ ഒരിതൊക്കെ നിർത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാ പിടുത്തവും വിട്ടു. കാരണം എന്താ വെച്ചാൽ സമദാനി വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ അബ്ദുസ്സമദ് സമദാനി ആ പ്രസംഗന്റെ കയ്യിലുണ്ട്. സമദാനി പറയാണ്, നിങ്ങൾക്ക് അള്ള വിലയ്ക്ക് സകല ഹറാമും കിട്ടണമെങ്കിൽ ഒറ്റ സ്ഥലത്ത് പോയാലേ, നേർച്ച സ്ഥലത്ത്. അള്ള വിലയ്ക്ക് മുഴുവൻ ഹറാമും ഒന്നിച്ച് കിട്ടാൻ, കള്ള്, പെണ്ണ്, കഞ്ചാവ്, എല്ലാ തോന്നിയാസവും കിട്ടണേ നേർച്ച സ്ഥലത്ത് പോകണം. ആര്? അബ്ദുസ്സമദ് സമദാനിയാണ് പ്രസംഗിക്കുന്നത്, മുജാഹിദ് ബാലുശ്ശേരിയല്ല. കാരണം എല്ലാ ഹറാമിന്റെ കേന്ദ്രമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, യുവാക്കളെ, നിങ്ങളിൽ നിന്ന് മാറണം, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇതാണ് എന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം ആധുനിക ലോകത്തെ യുവത്വത്തെ കുറിച്ചുള്ള ഇന്നത്തെ ആശങ്കകളെ കുറിച്ചാണ്. ഇപ്പൊ ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്തിന്റെ വിശാലമായ പന്തലിൽ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ചരിത്രത്തിന്റെ തീജ്വാലയായി മാറുന്ന, ചരിത്രത്തിൽ ഇടം നേടുന്ന മഹാസമ്മേളനം, മനുഷ്യന്റെ മനസ്സാക്ഷിയെ പിടിച്ച് ഹഠാതാകർഷിക്കുന്ന ദൈവീക വചനത്തിന്റെ പ്രഘോഷണം, ആ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ മേഖലയിൽ അവിടെ യുവത്വത്തിന് ഞങ്ങൾ ജീവിതം നിർവചിച്ചു നൽകി. ആധുനിക ലോകത്തെ യുവത്വം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്നെ ചെക്കന്മാരൊക്കെ പരിശോധിച്ച് നോക്കി. നീണ്ട മുടി, മെലിഞ്ഞുണങ്ങിയ ശരീരം, 35 കീറലുള്ള പാന്റ്. സാധാരണ പണ്ടൊക്കെ ഒരു പാന്റ് കീറിയാൽ നമ്മൾ എന്ത് പറയും? പടച്ചോനെ സാധു, ദാരിദ്ര്യം. ഇന്ന് അങ്ങനല്ല, സമ്പന്നൻ പോയിട്ട് ടെക്സ്റ്റൈൽസ് കയറി പറയുന്നത് 250 കീറല്. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പറയും മുന്നേ തീരെ ഉണ്ടായിരുന്നു, ബാക്കും രണ്ടും നല്ലോണം കാണണം. അങ്ങനെ ഒരു ഞാൻ വെറുതെ പറയല്ല, ആണും പെണ്ണും. എൻ്റെ ഒരു അഭിപ്രായം, ഞാനിപ്പോൾ നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജീൻസ് കൂടുതൽ ഇടുന്ന പെണ്ണുങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, സ്വർഗത്തിന്റെ പരിമളം പോലും ആണിന്റെ വേഷം ധരിക്കുന്ന ഒരു പെണ്ണിനില്ല മക്കളെ. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട്, പുട്ടിയിട്ട്, എന്തെല്ലാം നിലയിലാണ് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നിങ്ങൾക്കറിയോ? എന്തെല്ലാം വൃത്തികേടുകളുടെ പിന്നിലാണ് അവർ പോകുന്നത് അറിയോ? ഞാൻ കണ്ണൂർ ജില്ലയിൽ പോയി 2 മാസങ്ങൾക്ക് മുമ്പ്. അവിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോട്ടൊക്കെ എടുത്ത്, അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വീടിന്റെ ബാക്കിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, 28 വയസ്സുള്ള ഒരു സ്ത്രീ, മുസ്ലിം സ്ത്രീ മരിച്ചിട്ടുണ്ട്. ശരി, ക്യാൻസർ ആയിരുന്നു, നാവിന് ക്യാൻസർ ആയിരുന്നു, 3 ചെറിയ കുട്ടികളുണ്ട്, വലിയ കഷ്ടമാണ് ആ വീട്ടിൽ എന്നൊക്കെ. അത് കഴിഞ്ഞ് രാത്രി പരിപാടി കഴിഞ്ഞ് അതേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകണം. അപ്പോൾ ആ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിലെ എന്നെ സ്വീകരിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു, അവരെങ്ങനെയാ മരിച്ചതെന്നറിയോ, ക്യാൻസർ എങ്ങനെ ഉണ്ടായതെന്നറിയോ? എന്നിട്ട് അവൻ പറഞ്ഞു, ക്യാൻസറിന്റെ ഈ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി ബയോപ്സിക്ക് അയച്ച് സംഗതി കിട്ടി നോക്കുമ്പോൾ ലിഫ്റ്റ് കിട്ടതിന്റെ പേരിലാണ് ക്യാൻസർ വന്നത്. നിരന്തരമായി കുട്ടിക്കാലം മുതൽ ചുണ്ടിൽ. കാരണം പെൺകുട്ടികൾ ശരിക്കും മനസ്സിലായിക്കോ, അള്ളാഹ് ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 138 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിലെ 138 അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങളെ ചുണ്ടിന് ഞാനൊരു നിറട്ടിട്ടില്ലേ? ഖുർആനാ പറയുന്നത്, കേട്ടിട്ടുണ്ടോ? വചനം വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ മൊബൈൽ കയ്യിലുള്ളവരെടുത്തു നോക്ക്. നിങ്ങളെ ചുണ്ടിന് നിറട്ടത് ഞാനാ. ഞാനിടാത്ത കൃത്രിമ നിറം നിങ്ങൾക്ക് എങ്ങനെ ശരിയാവും? എന്റെ നിറത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതാണ് അള്ളാഹ് പറഞ്ഞത്. അത് ആരോഗ്യത്തിന് ഹാനികരമല്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം, നിങ്ങളിന്റെ സ്റ്റേജിൽ ഇപ്പൊ എന്റെ ചുണ്ടിൽ, ഞാനിപ്പോ സ്വാഭാവികമാണ് നമ്മൾ ചുണ്ടിൽ എന്തെങ്കിലും ആയാൽ നാവുകൊണ്ട് നമ്മളിങ്ങനെ നാവ് നനയ്ക്കും, ചുണ്ട് ഉണങ്ങിയാൽ നാവുകൊണ്ട്. പക്ഷെ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ഈ ചുണ്ട് നക്കിയാൽ ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ലിഫ്റ്റ് കിട്ടൊരു പെൺകുട്ടി ചുണ്ട് ഇങ്ങനെ നക്കിയ വിഷാണ് അവളുടെ നാവിൽ. അപ്പൊ അവളുടെ നാവിൽ ആദ്യം സംഭവിക്കുക എന്താന്ന് വെച്ചാല് സ്വാദുമുകുളങ്ങൾ മുഴുവനും നശിച്ചു പോകും, അവിടുത്തെ കോശങ്ങൾ മുഴുവനും ചത്തുപോകും. കാരണം ഇതെന്താണ്? ഇതൊരു കെമിക്കലാണ്. ഈ കെമിക്കൽ നാവിലാവുന്നതോടുകൂടി അവിടെ നിന്നുള്ള കോശങ്ങൾ ചത്ത് അവിടെ ക്യാൻസർ ബാധിക്കുകയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്യേണ്ടി വരികയാണ്. ഞാൻ പറയുന്നത് കുട്ടികളെ, ഇതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിന് ചായം തേക്കുന്നത് എന്തിനാ? ആണുങ്ങളെ കാണിക്കാനാണ്. ഞാൻ ചോദിക്കുന്ന, എല്ലാ ആണുങ്ങൾക്കും ശരീരം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ എന്ത് നിങ്ങൾ ഈ പണിയെടുക്കണം? എന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് പുട്ടിയിടുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം കണ്ടില്ല നിങ്ങൾ?
ഞാൻ മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗം ഇപ്പൊ എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ എടുത്തു നോക്കോളി. അല്ലെ പറയുന്നുണ്ട്, ഒരു 500 AK-47 ആയിട്ട് 500 പട്ടാളം ഇറങ്ങിയാൽ പോലും കണ്ണൂരൊന്നും ഇനി ഒരു കല്യാണം നടക്കുന്ന എനിക്ക് വിശ്വാസമില്ല. AK-47 ആയിട്ട് നിന്ന കാരണം കല്യാണത്തിന് പുതിയ തലമുറ എന്തു ദുൽമാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം, അവിടെ ബലാത്സംഗം വരെ ചെയ്യുന്നത് കല്യാണത്തിന്റെ ഭാഗമായി തീരുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പയ്യന്റെ കൂടെ വരുന്നവർ ചട്ടമ്പികളും, മട്ടാഞ്ചേരിയിൽ പോലും അത്ര കൊട്ടേഷൻ പാർട്ടികൾ ഉണ്ടാവില്ല. ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾ സമസ്തയുടെ മഹല്ലുകളിലാണുള്ളത്. നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്, ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സമസ്തയുടെ മഹല്ലുകളിലാണ്. അതുകൊണ്ടാണ് അവിടെ സമസ്ത കത്തിറക്കിയത്, കണ്ണൂർ കത്തിറക്കിയത്. എന്ത്, ഇനി മേലിൽ നിങ്ങൾ നടക്കരുത്. അത്ര ബോറായ, കാരണം ഉസ്താദ്മാർക്കൊന്നും ഇടപെടാൻ പറ്റില്ല. അത്ര ബോറായ അവസ്ഥയിലാണ് മുസ്ലിം സമുദായത്തിന്റെ കല്യാണം. നിങ്ങൾ ശരിക്കും മനസ്സിലായി. കഞ്ചാവ്, കള്ള്, ഞാൻ ഈ നാട്ടിലൊക്കെ ഈ മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, കഞ്ചാവ് വ്യാപകമാണ്, കള്ള് വ്യാപകമാണ്. ജീവിതമാണ് തകർന്നു പോകുന്നത്, ജീവിതമാണ് തകർന്നു പോകുന്നത്. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി, ഒരു രക്ഷയുണ്ടാവില്ല നമ്മുടെ നാട്ടില്. നിതാന്തമായ ജാഗ്രത. EKAP, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, NDF, മുജാഹിദ് എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വിഷയമാണ്. എതിരഭിപ്രായം ഇല്ലാത്ത വിഷയമാണ്. സിന്തറ്റിക് ലഹരികളുടെ പിന്നാലെ, ഒളിച്ചോട്ടങ്ങളുടെ പിന്നാലെ, പ്രേമസല്ലാപങ്ങളുടെ പിന്നാലെ, ആസിഡ് ഒഴിക്കലുകളുടെ പിന്നാലെ, തട്ടിക്കൊണ്ടുപോകലുടെ പിന്നാലെ, ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന പിന്നാലെ, സ്വവർഗരതിയുടെ പിന്നാലെ, ലൈംഗികതയുടെ പിന്നാലെ, അനേക തിന്മകളുടെ പിന്നാലെ ഒരു തലമുറ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഗൗരവമായി മനസ്സിലാക്കിക്കൊള്ളി. സൊഡോം നിവാസികളെ അന്ന് നശിപ്പിച്ച് കീമേൽ മറിച്ചു കളഞ്ഞു. ആണാണിനെ കല്യാണം കഴിക്കുന്ന, പെണ്ണിനെ കല്യാണം കഴിക്കുന്ന, ആദിലാനൂറ കല്യാണങ്ങൾ നടക്കുന്നൊരവസ്ഥ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവും ഗാന്ധിജിയുടെ പിതാവും അവർ തമ്മിലായിരുന്നു കല്യാണമെങ്കിൽ ഗാന്ധിജി ഉണ്ടാവൂല, നെഹ്റു ഉണ്ടാവൂല. ഉണ്ടാവോ? ലോക ക്രിക്കറ്റ് താരങ്ങൾ, ലോക ഫുട്ബോൾ താരങ്ങൾ മെസ്സിയെ ഇഷ്ടപ്പെടുന്നു, റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്നു. മെസ്സിയുടെ അമ്മയും റൊണാൾഡോയുടെ അമ്മയും കല്യാണം കഴിച്ച മെസ്സി ഉണ്ടാവില്ല, റൊണാൾഡോ ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ ജാതി തോന്നിയാസാണ് പുതിയ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കോളേജിലെ പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. എന്താ ഇപ്പൊ പെണ്ണിനെ അങ്ങ് കല്യാണം കഴിച്ചാൽ മോളെ ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് കോളേജിൽ പോണ്ട്, അന്റെ തലമുറയിൽ ഒരാൾ കോളേജിൽ പോകാൻ ഉണ്ടാവില്ല, പിന്നെന്തിനാ സ്കൂള്? മോളെ ഇവിടെ ആലോചിച്ച് നോക്ക്. അവിടെ ഇരിക്കുന്ന 2 പെണ്ണുങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ പിന്നെ കെട്ടിട ആവശ്യമുണ്ടോ? റോഡ് ആവശ്യമുണ്ടോ? റോഡ് എന്തിനാ? കാർ ഓടിക്കാനാ? കാർ എന്തിനാ? മനുഷ്യന്മാർക്കാ? മനുഷ്യന്മാരില്ലേ പിന്നെന്തിനാ റോഡ്? മനുഷ്യന്മാരിലെ പിന്നെന്തിനാ എയർപോർട്ട്? മനുഷ്യന്മാരിലെ എന്തിനാ സ്കൂള്? ആദിലെ 100 കൊല്ലം കെട്ടിപ്പിടിച്ചാലും 100 കൊല്ലം ഒരു ശരീരത്തിൽ എന്തെങ്കിലും ചെയ്ത് കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ ഓൾക്ക് LKG പഠിപ്പിക്കാൻ കുട്ടികൾ ഉണ്ടാവുമോ? അതുകൊണ്ട് അത് മാനവികമാണെന്നാണ് സർക്കാർ വരെ പറയുന്നത്. ഇപ്പോ സർക്കാർ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കി. ജെൻഡർ പൊളിറ്റിക്സിലൂടെ അവർ കൊണ്ടുവരുന്നത് എന്താ? ആണും പെണ്ണും വ്യത്യാസമില്ലാത്തൊരു ലോകം. ആർക്കും അവിടെ കലാലയം ഉണരണം എന്നാണ് SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. എത്ര മോശമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് ലോകം കടന്നത്. അതുകൊണ്ട് തന്നെ യൂത്തിന്റെ സമ്മേളനം, കേരള യൂത്ത് കോൺഫറൻസ്, ശരിക്കും ജീവിതം എന്താണ്? ആരാണ് ഒരു നല്ല മകൻ? ആരാണ് ഒരു നല്ല ഭർത്താവ്? ആരാണ് ഒരു നല്ല സഹോദരൻ? ആരാണ് നാടിന് വികസനം ഉണ്ടാക്കുന്നവൻ? സ്വന്തത്തിനും കുടുംബത്തിനും ലോകത്തിനും നാടിനും ഉപകാരമുള്ളവരാരാ എന്ന് പഠിപ്പിക്കാനാണ് ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, വീട്ടിലൊക്കെ നിതാന്ത ജാഗ്രത വേണം. ഇപ്പൊ ലുക്മാനുൽ ഹക്കീം സ്വന്തം മകൻ ആദ്യമായി പഠിപ്പിക്കുന്നത് മോനെ ശിർക്ക് വരരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തൗഹീദ് നിങ്ങൾ ശരിക്കും പഠിപ്പിച്ചൊരു കുട്ടി. അപ്പൊ ഞാന് ഇപ്പൊ TK അഷ്റഫ് സാഹിബ്, ഞങ്ങളൊക്കെ കഴിഞ്ഞ ചാവക്കാട് സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചൊരു പോയിന്റാണ്. TK അഷ്റഫ് സാഹിബ് പറയുന്നു, താജുദ്ദീൻ എന്ന് പറയുന്നു, ഹാരിസ് ഇബ്നു സലീം പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും മോശമായ ഒരു ലോകത്തല്ലേ ഈ ആളുകളൊക്കെ ജീവിക്കുന്നത്? എന്നിട്ട് എന്താ ഓലെ ഇതൊന്നും ബാധിക്കാത്തത്? ഇവരൊക്കെ ഈ കാലത്ത് ജീവിച്ചിട്ട് ഇതൊന്നും ഓലെ ബാധിക്കാത്ത എന്താ? ഓലെ അസ്ല് പക്ക തൗഹീദിലാണ്. അതായത് അലംതറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസജറത്തിൻ ത്വയ്യിബ. ആ ഭൂമിയിലെ ആഴത്തിൽ വേറിറങ്ങിയിട്ടാണ് നിങ്ങളുടെ മക്കൾ ക്യാമ്പസിൽ പോകുന്നതെങ്കിൽ ആ മോളെ കേടുവരുത്താൻ അവർക്ക് കഴിയില്ല. നേരെ മറിച്ച് അള്ളാഹിന്റെ തൊട്ട് താഴെ പറഞ്ഞു, നിങ്ങളെ മക്കൾക്ക് ഈമാനും പടച്ചോനെ പേടിയില്ലെങ്കിൽ ഓല് ആ മരത്തിന്റെ കാറ്റടിച്ചിട്ട് മരം കടപൊഴുകി വീഴുന്ന പോലെ അല്ലെ? 17 അധ്യായം 24, 25, 26 വചനങ്ങളിൽ പറയും, ദുനിയാവിൽ ഉറപ്പിച്ചെടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തെറ്റൂല. യൂസുഫ് നബീനെ കൊട്ടാരത്തിൽ പെണ്ണ് വിളിച്ച് ബദ്ദാ തെറ്റാത്ത ഒരു നല്ല ബാപ്പാന്റെ മോനായി വളർന്നു. ലുക്മാനുൽ ഹക്കീം പറഞ്ഞു, മോനെ എന്നിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബ, മോനെ അണുമണി തൂക്കുള്ള കാര്യം മൊബൈലിലായാലും എന്ത് സ്വകാര്യം നമ്മുടെ പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് ഉണ്ടെങ്കിലും ആ ഉപ്പ പറയണം, മോനെ ഞാൻ അറിയില്ല മോനെ,
എൻ്റെ പാവം പിടിച്ച ഉമ്മ കിച്ചണിൽ പണിയെടുത്ത് ജീവിച്ച് മരിക്കുന്ന നിന്റെ ഉമ്മ ഇതൊന്നും അറിയില്ല മോനെ. പക്ഷേ അല്ലാ മോനെ, അല്ല കൊണ്ടുവരും മോനെ പുറത്ത്. അല്ല അറിയും മോനെ, ഇന്നല്ലാഹു ലതീഫുൻ ഖബീർ യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅമുറു ബിൽ മഅറൂഫ്. മോനെ നിസ്കാരം നിലനിർത്ത്, നന്മ കൽപ്പിക്കും മോനെ, തിന്മ വിരോധിക്കും മോനെ. അത് ഗണ്ഡിതമായി നീ ക്ഷമിക്കും മോനെ. അതൊക്കെ ഗണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടതാണ്. പഠിപ്പിച്ചു കൊടുക്കാൻ, സ്വന്തം മകനെ വിളിച്ചിട്ട് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്നിട്ട് പറയണം ഫലാ തുമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. 2-ാം അധ്യായം 132-ാമത്തെ വചനം. അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണാസന്നനായപ്പോൾ മക്കളെ വിളിച്ചിട്ട് ചോദിക്കാൻ, അല്ലാഹനെ തന്നെയല്ലേ നിങ്ങൾ ആരാധിക്കുക, ശിർക്കുകൾ ചെയ്യോ? സൂറത്ത് ബഖറ 133. നിതാന്തമായ ജാഗ്രത. മക്കളെ നിസ്കാരം പഠിപ്പിക്കുക, ഹറാമിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ. മോനെ, മദ്യവും ചൂതാട്ടവും ലോട്ടറിയും ഒക്കെ എന്നിട്ട് പറയാ, തീർച്ചയായും ശൈത്താൻ നിങ്ങളിൽ ശത്രുതയും വിദ്വേഷവുമാണ് മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ വളർത്തുന്നത്, കൊലപാതകത്തിലേക്ക് കയറിപ്പിടിക്കുന്നതിലേക്ക്. ഇപ്പം ഇന്നലെ ഞാനൊരു കഴിഞ്ഞ ശനിയാഴ്ച ഒരു എയർപോർട്ടിലായിരുന്നു. ഒരു ജില്ലയിലൊരു വ്യക്തി മദ്യപിച്ച് കൂത്താടി. ഇത് 2 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് അയാൾ നാട്ടിലേക്ക് വരണം. മദ്യപിച്ച് കൂത്താടി. അയാൾ എയർപോർട്ടിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ്, ഫ്ലൈറ്റിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ്. മദ്യം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും. അമ്മ പെങ്ങളെ തിരിച്ചറിയാത്തൊരവസ്ഥ വരും, സ്വന്തം മക്കളെ കൊല്ലുന്നൊരവസ്ഥ വരും. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മദ്യം വിളമ്പുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സഹോദരിമാരാണ്. ആ സഹോദരിമാർക്കാണ് അതിന്റെ പീഡനം. അച്ഛൻ കള്ളു കുടിച്ചു വന്നാലും, ഭർത്താവ് കള്ളു കുടിച്ചു വന്നാലും, മകൻ കള്ളു കുടിച്ചു വന്നാലും വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തിനെതിരെയുള്ള നിതാന്തമായ ജാഗ്രത, കഞ്ചാവിനെതിരെ നിതാന്തമായ ജാഗ്രത, സിന്തറ്റിക് ലഹരിക്കെതിരെ നിതാന്തമായ ജാഗ്രത. ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾ എത്തിയിട്ട് പുതിയ ജീവിതം. എന്റെ ബോഡി, എന്റെ ശരീരം എന്റെ ചോയ്സ് അല്ല, നിന്റെതല്ല. നിന്റേതായ ഒന്നും നിന്റെ കയ്യിലില്ല, ഉറപ്പല്ലേ? ഇനി മാൻ ഈസ് എ സോഷ്യൽ എലിമെന്റ്. ഈ പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചേ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഞാൻ എൻ്റെ ശരീരം നശിപ്പിക്കും, അവളുടെ ശരീരം നശിപ്പിച്ച് ഈ രാജ്യത്ത് ആര് നോക്കൂ? ഈ നാടിന് ഓരോരുത്തരും പറയാ എൻ്റെ ശരീരമാണ്. അങ്ങനെ ആരും ഡോക്ടർ ആകുന്നില്ല, ആരും എഞ്ചിനീയർ ആകുന്നില്ല, ആരും ഇവിടെ രാജ്യം ഭരിക്കുന്നില്ല. എൻ്റെ ശരീരം ഞാൻ കള്ളുപിടിച്ച് തീർക്കും, എൻ്റെ ശരീരം. അങ്ങനല്ല, നമ്മളെല്ലാം കൂടി ചേർന്നാണ് ഒരു നാട്. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടേതല്ല. അല്ല, അത് നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട്, വിവരക്കേട് കൊണ്ടാണ്. വിവരക്കേടാണ് കോളേജിൽ പഠിപ്പിക്കപ്പെടുന്നത്, വിവരക്കേടാണ് അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഉറപ്പിച്ചോളികളെ, എല്ലാ അധ്യാപകരും അല്ല, മനസ്സിലായിക്കോളി. നിങ്ങളെ ശരീരം നിങ്ങളതല്ല. ആര് പറഞ്ഞു? നിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് നിനക്ക് വല്ല പങ്കുണ്ടോ? ഉണ്ടോ? ഇല്ല, നിനക്ക് പങ്കില്ല. നീ ഞാനും ചേർന്നാണ് ഈ നാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഓരോരുത്തരും എന്റെ ശരീരം, ഞാനില്ല ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടാൻ, തിന്നും കുടിച്ച് ഞാൻ ഇവിടെ ജീവിക്കുന്നതാണ്. നീ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുമോ? അതുകൊണ്ട് നിന്റേത് എന്ന വാദം ശരിയല്ല. നമ്മളെല്ലാം കൂടി ചേർന്നതാണിത്. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഈ രാഷ്ട്രം. നിങ്ങൾക്ക് സ്വയം നശിക്കാനുള്ളതല്ല, നിങ്ങളുടെ ശരീരവുമല്ല. അത് നിങ്ങളുടെ വിദണ്ഡവാദവും വിവരക്കേടുമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം. അല്ല, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചുകൂടാ. നിയമങ്ങളുണ്ട്. സിഗ്നലിൽ വന്ന റെഡ് കണ്ടാൽ നിന്നോളണം, നിയമമാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചാൽ പോരാ. എന്റെ മനസ്സെന്ത് പറയുന്നു അതുപോലെ അല്ല, അങ്ങനെയല്ല. നിന്റെ മനസ്സ് തോന്നിയാസം പറഞ്ഞാൽ അത് ഉണക്കാൻ പറ്റില്ല. റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനാണ് നിനക്ക് ഇഷ്ടം, നടക്കും ഇവിടെ നാട്ടിൽ. നിന്റെ ഇഷ്ടങ്ങളെ താലൊലിക്കുന്ന വിവരക്കേട് ആണുങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അനുവദിച്ചുകൂടാന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മുസ്ലിം പെൺകുട്ടിയായാലും ആൺകുട്ടി നടക്ക് പോരയിലേക്ക് എന്ന് പറയാൻ നല്ല തൻ്റെ ഇടമുള്ള ആങ്ങളാരുണ്ടാകണം, നല്ല കയ്യിന്റെ എല്ലാം ഉറപ്പുള്ള ബാപ്പാരുണ്ടാകണം. മനസ്സിലായോ? സാമ്പ്രദായികമായ കല്യാണം വേണ്ട. അതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിന്റെ കാഴ്ചപ്പാട്. നമ്മൾ ആലോചിച്ചു. ഒരു ഭാഗത്ത് ആരോഗ്യമന്ത്രി പറയാ എയ്ഡ്സ് ഇല്ലാത്ത ലോകം ഉണ്ടാവണം. അതിന്റെ അപ്പുറത്തെ സീറ്റിൽ ഇരുന്ന് ബസ് എന്ന് പറയാ കേരള യാത്രയിൽ ഒരേ സീറ്റിൽ 2 ആള്. അതിൽ ആരോഗ്യമന്ത്രി പറയുന്നത് എയ്ഡ്സ് ഇല്ലാത്ത ലോകം ഉണ്ടാവണം. അപ്പുറത്തിരുന്നൊരു വിദ്യാഭ്യാസ മന്ത്രി പറയാണ് കുട്ടികളൊക്കെ എയ്ഡ്സ് ഉണ്ടാക്കുന്ന ലോകത്തേക്ക് പോകണം. എങ്ങനെ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ ഡിസംബർ 1 എയ്ഡ്സ് ദിനായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 1 എയ്ഡ്സ് ദിനായിരുന്നു. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത്. ആണിനെ പ്രാപിക്കുന്നത്. അതിലേക്കാണ് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് വളച്ചു കെട്ടി ഇങ്ങനെ പിടിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ. 10 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ ഇതായിരുന്നു എന്ന്. 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ കാര്യം കണ്ട് ക്ലാരിറ്റി വരിക, വ്യക്തത. അതാ ലോകത്ത് വേണ്ടത്. ഈ വ്യക്തതയില്ലായ്മയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസമായിരുന്നാലും ആധുനിക, നിങ്ങൾ നോക്ക്, സിനിമ ഇറക്കിയിട്ട് ഒരുത്തം പറയാ 10 കുടുംബം ഡൈവേഴ്സായി, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജിയോ ബേബി എന്ന് പറയുന്ന ക്രിക്കൻ ലോകത്തോട് പരസ്യമായിട്ട് വിളിച്ചു പറയാ, എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് 10 ഡൈവേഴ്സ് ഉണ്ടായി, കുട്ടികളൊക്കെ കൊയനാട്ട കുത്തിപ്പോയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓനാ കാതലെടുത്ത്. ശരിക്കും പറഞ്ഞാൽ സിനിമ നടന്ന് ചൂഷണം ചെയ്യാ. മനസ്സിലായില്ല അയാൾക്ക്. വലിയ ബുദ്ധിജീവിയാണ്, പക്ഷെ എന്തോ ഈ കാര്യം മനസ്സിലായില്ല. എന്നിട്ട് കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുക. എന്നിട്ട് ഇയാൾ ചെക്കന്മാരെ കൂടെ അങ്ങനെ പോവുക. എന്നിട്ട് അത് സിനിമയാക്കി അവതരിപ്പിക്കുക, അത് വലിയ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് അയാൾ പുരോഗമനവാദിയാന്നറിയാം. എന്നിട്ട് അയാൾ ലോകത്തോട് പറയുന്നത് 10 കുടുംബം ഡൈവേഴ്സായി എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
സത്യത്തിൽ ബിൽ ക്ലിന്റൺ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയാം? അമേരിക്കയിൽ പണ്ട് ഞാൻ നിങ്ങളെ കുടുംബരംഗം നന്നാക്കി തരുന്നു. മൂപ്പര് പറഞ്ഞ അന്തസ്സുള്ള വർത്താന. ഇവൻ പറയണെന്താ അറിയാം? ഞാൻ നിങ്ങളെ കുടുംബം കൊയഞ്ഞാട്ട കുത്തിച്ചേരുന്നു. എന്നിട്ട് ഓനാണ് അത്രേ സംവിധായകൻ, ഓനാണ് അത്രേ ഫറൂഖ് കോളേജിൽ കയറുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് ഉളുപ്പും മാനം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു അന്നെപ്പോലത്തെ ഒരുത്തൻ ഇങ്ങോട്ട് വരണ്ട. അവർക്ക് മനസ്സിലായി ഇവൻ വന്നാൽ കുടുംബം കലക്കും, ഈ കുട്ടികളൊക്കെ അനാഥരാവും. 10-22 വയസ്സുള്ള മക്കളുടെ ബാപ്പയും അമ്മയും വേർപിരിഞ്ഞാൽ ഈ കുട്ടികൾ പിന്നെന്താക്കുന്നു? അതവർക്ക് മനസ്സിലായി. പറഞ്ഞു ജിയോ ബേബി ഇങ്ങോട്ട് വരണ്ട. അതാ പുരോഗതി, അതാ പുരോഗമനം. അവരുടെ തലച്ചോറിന് പുരോഗതി ഉണ്ടായി, അവരുടെ ചിന്തക്ക് പുരോഗതി ഉണ്ടായി. നീ എന്ന അധോഗതിയെ പേറാൻ അവർ സന്നദ്ധമായില്ല. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ കൃത്യമായൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഇപ്പൊ നടന്ന ഫാമിലി കോൺഫറൻസുകൾ നിങ്ങൾ നോക്കൂ. 7 ഫാമിലി കോൺഫറൻസ് നടന്നു. ഇടുക്കിയിൽ നടന്നു, വമ്പിച്ച വിപ്ലവമായി. അവിടെ വയനാട്ടിലൊക്കെ എത്രയോ ആളുകൾ കൂട്ടം കൂട്ടമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലേക്ക് വന്നു. കൊയിലാണ്ടി നടന്നു, കണ്ണൂര് നടന്നു, നിലമ്പൂര് ഫസ്റ്റ് നടന്നു, ശേഷം തൃശ്ശൂർ നടന്നു, എവിടൊക്കെ നടന്നു, മലപ്പുറത്ത് നടന്നു. 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. എന്താ? കുടുംബ വിഷയമില്ലാത്ത, പ്രശ്നമില്ലാത്ത, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലാത്ത, കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നമില്ലാത്ത, മൂത്താപ്പേളാപ്പാര് തമ്മിൽ പ്രശ്നമില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് അവരൊക്കെ ആ സമ്മേളനം ശ്രദ്ധിച്ചു. വിസ്ഡം ജനങ്ങളോടൊപ്പമാണ്. ഞാൻ തീർത്തു പറയും, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും. ഞങ്ങള് നായക്ക് 40 വട്ടം ഒരാവശ്യവുമില്ലാത്ത ചർച്ച നടത്തി നേരം പഠിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായ കാര്യം വ്യക്തമാക്കി ഞങ്ങൾ പറയണം. ജനങ്ങളെ, നിങ്ങൾ ശരിക്കും ഇതിൽ ചിന്തിക്കണം, ആലോചിക്കണം. മരണാനന്തര ജീവിതത്തിൽ ഉപകാരമുള്ള, പടച്ചോന്റെ സന്നിധാനത്തെ രക്ഷപ്പെടുന്ന, അവിടെ ശാന്തി ലഭിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മുള്ളംപാറയിൽ സംഘടിപ്പിക്കപ്പെട്ട തസ്ബീഹ് ആദർശ സമ്മേളനത്തിൽ ഒന്നാമത്തെ കാര്യം മരണാനന്തര ജീവിതത്തിൽ അല്ലാഹനെ നമ്മൾ കണ്ടുമുട്ടുന്ന, അവിടെ വിചാരണയുണ്ട് എന്നാണ്. ആ വിചാരണയിൽ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും പ്രമാണത്തെ അവലംബിക്കണമെന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അവിടെ വലത് കൈയിൽ വലതേ കൈയിലും ഇടത്തെ കൈയിലും ഗ്രന്ഥം നൽകപ്പെടും. അവിടെ ദുഃഖിക്കാതിരിക്കാൻ, അവിടെ ബേജാറാകാതിരിക്കാൻ. എന്തോ ഒരു കിതാബാണിത്. എന്തോ ഒരു കിതാബാണിത്. ചെറുതും വലുതുമായ സകലമാന കാര്യങ്ങളും രേഖപ്പെടുത്തിയ കിതാബ്. 18-ാം അധ്യായം 49-ാമത്തെ വചനമാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. 18-ാം അധ്യായം 13-14 വചനം. വായിക്ക് നീ നിന്റെ കിതാബ് എന്ന് പറയുന്ന അതിദയനീയമായ ഒരു ലോകം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ വരും. വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്നല്ല പറഞ്ഞത്. നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെ ഇല്ല. അവിടെ വരും നിങ്ങൾ. അത് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടതാണ്. അവിടെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോ സ്വർഗാവകാശികളാവുക എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അന്നാര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അന്നാര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. ആ വിജയത്തിന് വേണ്ടിയാണ് ഈ സമ്മേളനം. ആ മരിച്ചു പിരിയുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സൂറത്ത് ഫജ്റിൽ പറഞ്ഞ 27 മുതൽ 30 വരെയുള്ള വചനം, സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ, അല്ലാഹുവിന്റെ അടിമകളുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വന്നോളൂ, പാപമോചനത്തിലേക്ക് വന്നോളൂ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വന്നോളൂ. സൂറത്ത് ആൽ ഇംറാൻ 133-ാമത്തെ വചനം. ആ സ്വർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സ്വർഗത്തിലെത്താനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ പ്രമാണത്തോട് കൂറുപുലർത്തി ആ പ്രമാണത്തെ പഠിച്ച് അപഗ്രഥിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. നാഥ, ഈ പച്ച യാഥാർത്ഥ്യം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷി, ഈ സദസ് സാക്ഷി, ഈ അന്തരീക്ഷം സാക്ഷി. പടച്ചവനെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ നാഥ. ഈ സമൂഹത്തിന് ഇത് ഉപകാരപ്പെടണേ തമ്പുരാനെ. ചിന്തിക്കാൻ പോകുന്ന വിധത്തിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ബുദ്ധിയെ കുത്തി നോവിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു പടച്ചവനെ. അവർ സത്യം മനസ്സിലാക്കാനാണ് ഈ ശൈലിയൊക്കെ ഉപയോഗിച്ച്. നാഥ, നീ ഇത് കബൂൽ ചെയ്യണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാൻ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.